കാരണം HSA എന്ന് പറയുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻ, ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ത് ചെയ്ത് പെഡഗോജി എന്ന് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ LP യിലായപ്പോ എന്ത് ചെയ്തു, നമ്മുടെ ബ്രൈറ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അത് കാരണം നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും, കാരണം നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള പോർഷൻസ്, നിങ്ങളോട് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു പോർഷൻസിൽ നിന്ന് തന്നെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഉള്ളത്. സൗണ്ട് ബ്രേക്ക് ആവുന്നു, എല്ലാവർക്കും അങ്ങനെയാണോ? കേൾക്കുന്നുണ്ട്. അല്ല, അപ്പൊ ബ്രേക്ക് ആവുന്ന ആള് ഒന്നുകൂടി ലെഫ്റ്റ് ആയിട്ട് ഒന്നും കയറി നോക്കിയേ. അപ്പൊ നമുക്ക് തുടങ്ങാം. നോക്കിയേ, ഈ LP യിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കൺഫ്യൂഷൻ ആണെന്നും പറയാം, അല്ലെങ്കിൽ എന്താ എളുപ്പമാണെന്നും പറയാം. ഓക്കെ, തൗറുൽ അവ്വൽ ഫി തദ്രീസി മൻലൂം. ഏകദേശം എല്ലാരും പറഞ്ഞ ആൻസർ ഓപ്ഷൻ A ആണ്. നോക്കാം, ഓപ്ഷൻ A ആണ് ആൻസർ. എന്താണ് ഈ ക്വസ്റ്റ്യൻ? തദ്രീസ് മൻലൂം, ഒരു മൻലൂം പഠിപ്പിക്കുമ്പോൾ, അതായത് ഒരു കവിത നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ ഘട്ടം എന്താണെന്നാണ് ചോദ്യം. A എന്ന് പറയുന്നത് യസ്മഉൽ മുദരിസു ബിനഫ്സഹു, അധ്യാപകൻ എന്ത് ചെയ്യുന്നു, സ്വന്തമായി അതിനെ കേൾക്കുന്നു. യസ്തമിഉൽ മുദരിസു ബിനഫ്സഹു, C എന്ന് പറയുന്നത് യസ്മഉ ദാരിസ് ബിനഫ്സഹു, D എന്ന് പറയുന്നത് എൻഷുദുഹു ദാരിസ് ബിനഫ്സഹു. ഇതിൽ എന്താണ് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല. യസ്മഉ വൽ മുദരിസ് ബിനഫ്സഹു, അധ്യാപകൻ എന്ത് ചെയ്യുന്നു, അത് കേൾക്കുന്നു. അതാണ് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതെന്താണ്, എങ്ങനെയാണ് അതിന്റെ ഘട്ടങ്ങളെന്ന് ഇനി നമ്മൾ ചർച്ച ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മുഹാദിസാത്ത് ടെക്സ്റ്റ് ബുക്ക് മുഹാദിസാത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മുഹാദിസാത്തിൽ വരുന്ന ഒരു പോയിന്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അതെന്താണെന്ന് ഇനി വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ നോക്കിയേ, എന്താണ്, അതായത് മുഹാദിസാത്ത്. എന്താ മുഹാദിസാത്ത് എന്ന് വെച്ചാല്, എന്താണ് മുഹാദിസാത്ത്? ഓക്കെ, അതെ, ഡിസ്കോഴ്സുകളാണല്ലേ. ഏതൊക്കെ ഡിസ്കോഴ്സുകളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്? അതായത് 1 മുതൽ 5 വരെ അല്ലെങ്കിൽ 10 വരെയൊക്കെയുള്ള ക്ലാസ്സുകളിൽ ഏതൊക്കെ മുഹാദിസാത്തുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഹിവാറ്, മൻലൂമ്, ഓക്കെ, അങ്ങനെ ഒരുപാട് മുഹാദിസ്. അതായത് നമ്മൾ ഇതിനെ മലയാളത്തിൽ പറയുന്നത് വ്യവഹാരം. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യവഹാര രൂപത്തെയാണ് മുഹാദിസാത്ത് എന്ന് പറയുന്നത്. ഡിസ്കോഴ്സ്, ഇംഗ്ലീഷിൽ ലാംഗ്വേജ് ഡിസ്കോഴ്സ് എന്ന് പറയും. അപ്പൊ അതിലെന്തുണ്ട്, മൻലൂമുണ്ട്, കവിതയുണ്ട്, കിസ്സയുണ്ട്, സ്റ്റോറി ഉണ്ട്, അങ്ങനെ എന്താണ് ഹിവാറ്, അങ്ങനെ ഒരുപാട് മസ്രഹിയ, റിവായ, അങ്ങനെ ഒരുപാട് മുഹാദിസാത്ത് ലുഗവി, ഭാഷാപരമായ ഡിസ്കോഴ്സുകളുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. കാരണം ഇത്രയും നാളും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായില്ല. ഏത് മുഹാദിസാത്തിൽ നിന്ന് ഒറ്റപ്പെട്ടത് കുറച്ച് തന്നിട്ട് അതിൽ നിന്ന് ഒറ്റപ്പെട്ടത് കണ്ടെത്തുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതുവരെയും ചോദിച്ചത്. പക്ഷെ ഇപ്പം നമുക്ക് തന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മൻലൂമിന്റെ ആദ്യത്തെ ഘട്ടം, മൻലൂം അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആദ്യ ഏതാണെന്നുള്ള ചോദ്യം. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഹിവാർ എന്ന് പറയുന്നത് ഒരു ഡിസ്കോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഒരു പഠന പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇതെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു, എക്തദിറു അല ഇദ്റാഖിൽ മൽമൂനിൽ ഹിവാർ, എന്താണ് ഹിവാറിന്റെ ഉള്ളടക്കം എന്താണെന്ന് എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കാൻ വേണ്ടി
എന്ത് ചെയ്യും മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് അതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. അതിന്റെ നവാത്തിജു താലീമിയ, അതായത് ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത് കുട്ടിക്ക് ആ ഒരു ഹിവാർ പഠിക്കുന്നതിലൂടെ എന്താണ് കുട്ടിക്ക് കിട്ടുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് അതിന്റെ കണ്ടന്റ് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ അടുത്ത് രണ്ടാമത് എന്താണ്, എക്തദിറു അല ഇദ്റാഖിൽ അൽഫാദുൽ തഹ്ദീബിയ വ ഇസ്തിഖ്ദാം ഹസ്ബ ഹാജ. പുതിയ പദങ്ങൾ അല്ലെങ്കിൽ അവ്യക്തമായ പദങ്ങൾ എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കാൻ പറ്റും. കുട്ടിക്ക് അറിഞ്ഞുകൂടാത്ത പുതിയ പദങ്ങൾ കണ്ടെത്താനും അതെന്ത് ചെയ്യാ കുട്ടിക്ക് മനസ്സിലാക്കാനും അതെങ്ങനെ എപ്പോ ഉപയോഗിക്കണം എന്ന് എന്ത് ചെയ്യാനും കുട്ടിക്ക് മനസ്സിലാക്കാനും കഴിയുന്നു. അപ്പൊ ഇതാണ് ഇപ്പൊ 2 പോയിന്റ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാല് ഹിവാറിന്റെ ഉള്ളടക്കം എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി രണ്ടാമത് പറഞ്ഞത് എന്താണ്, അതിലുള്ള പുതിയ പദങ്ങളും കട്ടിയുള്ള പദങ്ങളൊക്കെ എന്താണ് അതെന്നും അത് എങ്ങനെ എപ്പോ എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതും എന്ത് ചെയ്യുന്നു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി നോക്കിയേ അടുത്ത് യതഅറഫു അല അദവാത്തുൽ ഇസ്തിഫ്ഹാമിയ. അതുപോലെ നമ്മൾ അദവാത്തുൽ ഇസ്തിഫ്ഹാമിയ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ക്വസ്റ്റ്യൻ വേർഡ്സുകൾ. അതെന്താണ്, അതിനെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് കഴിയുന്നു. അതായത് ഹിവാറിലല്ലേ നമ്മൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എവിടെ പോവുകയാണ്, എവിടെ, എപ്പോ വന്നു, അങ്ങനെ എന്താണ് ഐന, മത്ത, കൈഫ, അങ്ങനെ എന്താണ് അതുപോലുള്ള ക്വസ്റ്റ്യൻ വേർഡുകൾ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ കഴിയുന്നു. എക്തദിറു അല തക്മലത്തിൽ ഹിവാർ. പിന്നെന്താണ്, ഈ അവസാനം ഇത്രയും കാര്യങ്ങൾ ഒരു കുട്ടി നേടുമ്പോ നമ്മൾ ആ ഹിവാർ പഠിപ്പിക്കുന്നതിലൂടെ അവസാനം എന്താണ്, പൂർണ്ണമായിട്ട് ഒരു കുട്ടി പൂർണ്ണമായ ഒരു ഹിവാർ എന്ത് ചെയ്യാണ്, ഹിവാർ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാണ് നടത്താൻ കുട്ടിക്ക് കഴിയുന്നു. അതാണ് ലാസ്റ്റ് നമ്മൾ ആ ഹിവാർ പഠിപ്പിക്കുന്നതിലൂടെ 2 കുട്ടികൾക്ക് എന്താണ്, അവർക്കൊരു ഇത് കൊടുക്കുക, ഒരു സന്ദർഭം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ അവരെന്ത് ചെയ്യണം, ഒരു ഹിവാർ സ്വന്തമായിട്ട് അവതരിപ്പിക്കണം. ആ ഒരു ലക്ഷ്യമാണ് നമ്മൾ എന്താണ് ഹിവാർ പഠിപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. ഇപ്പൊ ഒരു കവിതയായാലും അല്ലെങ്കിൽ ഒരു കഥയായാലും, അപ്പം ഇപ്പൊ നമ്മളൊരു ബയാൻ പഠിപ്പിക്കുവാണെങ്കിലും ആ ബയാൻ പഠിപ്പിച്ചതിന് ശേഷം അവസാനം എന്താണ്, നമ്മളൊരു സബ്ജക്ട് കൊടുക്കുമ്പോൾ കുട്ടി എന്താണ് ആ ഒരു സബ്ജക്റ്റിനനുസരിച്ച് കുട്ടിക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റീവായിട്ട് എഴുതാൻ കഴിയണം. അതാണ് എന്താണ് ഇപ്പോഴത്തെ ലേണിംഗ് ഔട്ട്കംസ് എന്ന് പറയുന്നത്. എല്ലാം അങ്ങനെയാണ് നടത്തി വരുന്നത്. എല്ലാ സ്റ്റേറ്റ് സിലബസ് മൊത്തം എന്താണ് അങ്ങനെയാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം അതാണ് എന്താണ് നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത്, ലേണിംഗ് ഔട്ട്കംസ് കുട്ടി നേടിയെടുക്കുന്നു. നോക്കിയേ മൻലൂമ നോക്കിയേ, നമ്മൾ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു കുട്ടി മൻലൂം എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. വൈദുറക്കു അൽഹാന, അതിന്റെ ഈണം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുള്ളവരാണ്, നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം എന്ത് ചെയ്യും, നമ്മള് പഠിപ്പിക്കാൻ പോകുമ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പ്രിപ്പയർ ആവുമല്ലേ, എങ്ങനെ കുട്ടിക്ക് ഒരു മൻലൂം എന്താണ് അതിന്റെ ഒന്ന് എങ്ങനെ ഏത് ഈണത്തിൽ ചൊല്ലിക്കൊടുക്കാം. അപ്പൊ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യും, ഒന്ന് തയ്യാറാവും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് ആദ്യം എന്ത് ചെയ്യും, കുട്ടികളോട് എന്ത് ചെയ്യും, ഒരു കവിത നമ്മൾ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ ജസ്റ്റ് എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ അതെന്ത് ചെയ്യും, കുട്ടികൾക്ക് വായിച്ചു കൊടുക്കും. ഈണത്തിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കും. ഈണത്തിൽ ചൊല്ലിക്കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും, അവരോട് വായിക്കാൻ പറയും. ഈണത്തിൽ ചൊല്ലാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്യൂണുകൾ കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറ്, കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഘട്ടങ്ങൾ ഓർമ്മിക്കുക. അപ്പം എപ്പോഴും നമ്മൾ എന്താണ് ആ ഒരു ക്ലാസ് ലെവല് ചെറിയ കുട്ടികളാണ് എന്നുള്ള ഒരു ലെവലിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ എപ്പോഴും പെഡഗോജി കൈകാര്യം ചെയ്യേണ്ടത്. പെഡഗോജി കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുഞ്ഞു കുട്ടികൾക്കാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ നമുക്ക് പെഡഗോജി എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പെഡഗോജിയുടെ കാര്യം. ഇസ്തമിയോ മല്ലോ അൽഹാനുഹു, ആദ്യം എന്ത് ചെയ്യുന്നു, മല്ലോ കവിത കേൾക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഈണം തിരിച്ചറിയുന്നു. പിന്നെന്താണ്, എക്തദിറു അല ഇൻഷാദിൽ മൻലൂം വൈസ്തിഹ്സാനിഹി, എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ആ മൻലൂമിനെ എന്ത് ചെയ്യുന്നു, ഈണത്തിലെ പാടാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അതിനെ ആസ്വദിക്കുന്നു. നമുക്കറിയാം കുട്ടികൾ നമ്മളിപ്പോ ചൊല്ലിക്കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നമ്മളെ താളത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ക്ലാസ്സിലൊക്കെ നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. പിന്നെന്താണ്, എക്തദിറു അല ഇദ്റാഖ് മൻലൂമുൻ വ അൽഹാനിഹി, എന്താണ് അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കുകയും അതെന്ത് ചെയ്യാണ്, വീണ്ടും അത് കുട്ടികൾ എന്ത് ചെയ്യണം, ആസ്വദിക്കുകയും ചെയ്യുന്നു. എക്തദിറു അല ഇക്തിശാഫി അൽഹാനു മുഖ്തലിഫ വൈൻഷാദു, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വ്യത്യസ്തമായ ട്യൂണുകൾ എന്ത് ചെയ്യാണ്
കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് നമ്മളിപ്പോ ഒരു കവിത ചൊല്ലുമ്പോൾ ആ ഒരു ടൂണ് ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവർ തന്നെ എന്ത് ചെയ്യും, വേറെ ടൂണുകൾ കണ്ടെത്തി എന്ത് ചെയ്യും, ഇങ്ങോട്ട് പാടിത്തരും. എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. കുട്ടികൾ ഞാനിങ്ങനെ കവിത ചൊല്ലിക്കൊടുത്തോണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നത്, അപ്പൊ അവര് ടീച്ചറെ ഈ ടൂണ് ശരിയായില്ല, നമുക്ക് വേറൊരു ടൂണ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അവര് വേറൊരു ടൂണ് കണ്ടുപിടിച്ചു. അവര് എന്ത് ചെയ്തു, എന്നെക്കാളും നന്നായിട്ട് അവര് എന്ത് ചെയ്തു, അത് പാടി. അപ്പൊ അവര് എന്താണ്, പുതിയ ടൂണ്, വ്യത്യസ്തമായ ടൂണുകൾ എന്ത് ചെയ്യുന്നു, അവര് തന്നെ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ അതാണ് മൻലൂമിൽ പറഞ്ഞത്. ഇനി നോക്കിയേ, എക്തദിറു അല ഇക്തിഷാഫിൽ അബിയാത്തി മവാഖിഫുൽ ലിൽ ജുമൽ. ഇനി എന്താണ്, നമുക്കറിയാം അതിൽ ആക്ടിവിറ്റീസുകൾ ഉണ്ടാവുമല്ലേ. അപ്പൊ ആ ആക്ടിവിറ്റീസ് എന്താണ്, ഈ ഒരു കവിത കുട്ടി എത്രത്തോളം മനസ്സിലാക്കി എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അതിലൂടെ എന്താണ്, ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു, വരികൾ കണ്ടെത്താനും ആ സെന്റൻസിന്, ഓരോ സെന്റൻസുകൾക്ക് അനുസരിച്ചുള്ള വരികൾ കണ്ടെത്താൻ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് സാധിക്കുന്നു. ബസീത, അതുപോലെ ചെറിയ ചെറിയ കവിതകൾ കുട്ടികൾക്ക് കൊടുത്താൽ അതെന്ത് ചെയ്യുന്നു, ഈണത്തില് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. മൻലൂ, അവസാനം എന്ത് ചെയ്യുന്നു, കുട്ടി ഒരു മൻലൂമ് രചിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, തയ്യാറാവുന്നു. അപ്പൊ അതാണ് എന്തെന്ന്, അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് മുഹദ്ദിസാണോ പഠിപ്പിക്കുന്നത് അതെന്ത് ചെയ്യുന്നു, കുട്ടി അവസാനം അതിലേക്ക് എത്തണം. അതാണ് എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ മൻലൂമ ഹിവാറാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇത് നോക്കിയേ, കിസ്സ എസ്തമിയോയില, കിസ്സ എന്ത് ചെയ്യുന്നു, കഥ കേൾക്കുന്നു. ഇഖ്റ ദാരിസു കിസ്സ വൈദ്ര, കുട്ടി എന്ത് ചെയ്യുന്നു, കഥ കേൾക്കുന്നു, കഥ വായിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, അതിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുന്നു. എക്തദിറു അല ഇദാദിൽ ഹിവാർ വ അല ഇഖ്തിയാരി ശഖ്സിയാത്തി മിൻ ഖിസ്സത്തി വ തബ്രീർ അൻഹ. കുട്ടി എന്ത് ചെയ്യുന്നു, എക്തദിറു അല ഇദാദിൽ ഹിവാർ വ അല ഇഖ്തിയാരി ശഖ്സിയാത്തി മിൻ ഖിസ്, എന്താണ്, കുട്ടി എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ ഒരു കിസ്സ കൊടുക്കുകയാണെങ്കിൽ അതിലെന്താണ്, ഒരു കിസ്സയില് നമുക്ക് ചില ഡയലോഗ്സുകളൊക്കെ ഉണ്ടാവും. അത് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് കുട്ടിക്ക് ഒരു ഹിവാർ തയ്യാറാക്കാൻ കൊടുക്കാം. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യുന്നു, കുട്ടി ഒരു ഹിവാർ തയ്യാറാക്കി അതിലെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ വെച്ചുകൊണ്ട് ഹിവാർ തയ്യാറാക്കാൻ കുട്ടിയെ എന്ത് ചെയ്യുന്നു, പ്രാപ്തരാക്കുകയാണ് ഇത് കിസ്സയിലൂടെ നമുക്ക് ചെയ്യുന്നത്. يقتدر على تمييز الفعل والفاعل ويستخدمها في جمل بسيط. അതായത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവും, അതിൽ തന്നെ എന്താണ് ചില സെന്റൻസ്, അതിൽ ചില 5ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റിൽ തന്നെ എന്താണ് ഫെയില്, ഇസ്മ, ഫെയില്, ഹർഫൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടിക്ക് എന്താണ്, നമ്മള് അത് ആ ഒരു കിസ്സ പഠിപ്പിക്കുന്നതിലൂടെ അതിൽ ഇസ്മ എന്താണ്, ഫെയിൽ എന്താണ്, ഫായിൽ എന്താണ്, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മള് കുട്ടിക്ക് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുകയും അതെന്താണ് ചെറിയ ജുംലകള് അവരെ കൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പൊ എല്ലാ കുട്ടികൾക്കും നമ്മൾ ആ ഒരു റിസൾട്ട് എന്താണോ ലേണിംഗ് ഔട്ട്കംസ് അത് നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ അതിൽ 1-2 കുട്ടികൾ ആ ഒരു ലേണിംഗ് ഔട്ട്കംസിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. നമുക്കറിയാം, കാരണം എന്താണ്, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച് എന്ത് ചെയ്യാതെ വ്യത്യാസപ്പെടും. എന്നാലും എന്താണ്, നമ്മൾ പൊതുവെ പറയുമ്പോൾ എന്താണ്, എല്ലാവർക്കും എന്താണ് ഒരു രീതിയിൽ എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അപ്പം ഇത്രയും പറഞ്ഞതില് ഏതെങ്കിലും ഒന്നുകൂടി പറയണോ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു വിഷയം എടുക്കുമ്പോ ആദ്യം അത് അധ്യാപകൻ അറിഞ്ഞിരിക്കണ്ടേ? അതെ, അറിഞ്ഞിരിക്കണം. അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. നമ്മളിപ്പോ ആദ്യം നമ്മൾ പ്രിപ്പയർ ആവണല്ലേ, പിന്നെ അത് കഴിഞ്ഞിട്ടാണ്. ആ പദ്യം കേൾക്കണം എന്ന് പറയുന്നത് ശരിയാവൂല. ആ ഒരു ഓപ്ഷൻ, 2 ഓപ്ഷൻ നമ്മളിപ്പോ എക്സാമിന് വന്നല്ലോ, അത് കൺഫ്യൂഷൻ ആണ്. അപ്പം ചില ടെക്സ്റ്റ് ഹാൻഡ് ബുക്കില് ചില ഡിസ്കോഴ്സിന്റെ ഇതില് തിരിച്ചും കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യുന്നു, കുട്ടി കേൾക്കുന്നു, പിന്നെ അധ്യാപകൻ കേൾക്കുന്നു, അതായത് അധ്യാപകൻ പാടിക്കൊടുക്കുന്നു. പക്ഷെ ഇത് രണ്ടും എന്താണ്, നമുക്ക് ചൂസ് ചെയ്യാം ഉള്ള ഓപ്ഷൻ ആണ്. പക്ഷെ അത് അവര് ആൻസറിയിൽ കൊടുത്തിരുന്നത് എന്താണ്, അധ്യാപകൻ ആദ്യം കേൾക്കുന്നു എന്നാണ്. നമ്മൾ ആദ്യം ലെസൺ പ്ലാൻ തയ്യാറാക്കൂലേ, അപ്പൊ തന്നെ നമ്മൾ ആദ്യത്തത് യുസ്മിഉഹു എന്നാ വായിക്കുന്നത്, വേറെ ആള് വായിക്കുന്നത് ശ്രദ്ധിച്ചത്.
ഓക്കെ കേൾപ്പിക്കും എന്നുള്ള അർത്ഥത്തില് ആ ഓക്കെ എസ്തമിയു രണ്ടാമത്തതാണ് കൂടുതൽ ശരിയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറയുന്നുണ്ട്. കാരണം നമ്മള് ആദ്യം എന്ത് ചെയ്യുന്നു, കേൾക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ചലഞ്ചിന് കൊടുക്കാം എന്നുള്ള ഒരു ഇതില് കൺഫ്യൂഷനിൽ നമ്മൾ നിൽക്കുകയാണ് പെഡഗോജിയുടെ ആ ഒരു ക്വസ്റ്റ്യൻ. കാരണം കൊടുത്തിട്ടും കാര്യമില്ല. കാരണം ചില പോർഷൻസിൽ, ഹാൻഡ് ബുക്കിന്റെ ചില പോർഷൻസിൽ തിരിച്ചുള്ളതാണ്, മറ്റേതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെ ചിലതിൽ ഇത് വരുന്നു. അപ്പൊ രണ്ടും ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ക്യാൻസൽ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇനി എന്തെങ്കിലും? ഓക്കെ, ഈ മഹാറാത്തുൽ ലുഅവിയ എന്തോ പറഞ്ഞു, ബയാനും കൂടെ ഇല്ലേ? ഉണ്ട്, ബയാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ബയാൻ മാത്രമല്ല, നമ്മള് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇനി നോക്കിയേ, മഹാറാത്തുൽ ലുഅവിയ എല്ലാ പ്രാവശ്യവും എന്താണ്, ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ LP-യുടെ ക്വസ്റ്റ്യനിലും എന്താണ് തഹദ്ദുസുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മഹാറാത്ത്. നമുക്കറിയാം LSRW നമ്മൾ ഒരുപാട് തവണ കേട്ട് പരിചയപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആദ്യം പെഡഗോജി പഠിക്കുമ്പോഴേ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് LSRW? ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅ, കിതാബ. എല്ലാവരും കേട്ടിട്ട് ക്വാളിഫൈ ചെയ്തവരാണല്ലോ. അപ്പൊ നമുക്കറിയാം എന്താണ് LSRW എന്ന് പറയുന്നതും അതില് നമുക്ക് ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാം. ഒന്നുകിൽ ഇത് ഓർഡർ ചെയ്യാനും, അല്ലെങ്കിൽ അത് ഒരു നവാത്തിജായിട്ട് കിട്ടുന്ന, ഒരു റിസൾട്ട് ആയിട്ട് കിട്ടുന്ന മഹാറാത്ത് ഏതാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളായിരുന്നു ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അതേ മോഡലിൽ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ചോദിച്ചിട്ടുള്ളത്. അത് കുറച്ച് എന്താണ് ആ ഒരു തിയറി ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് ഉള്ള ഒരു പ്രത്യേകത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താ നമുക്ക് നോക്കാം മഹാറാത്ത്. അതുപോലെ തന്നെ നമ്മൾ പെഡഗോജി പഠിക്കുമ്പോൾ നമ്മൾ ആ കണ്ടന്റ് കറക്റ്റ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, കറക്റ്റ് വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ എന്താണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഓടിച്ചു നോക്കും, എന്നിട്ട് ആൻസർ ചെയ്യും. പക്ഷെ ആ ആൻസർ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കത് ആൻസർ ചെയ്യുമ്പോൾ കറുപ്പിക്കുമ്പോൾ എന്താണ്, പിന്നെ നമുക്ക് അവിടെ മാറ്റി ചിന്തിക്കാനുള്ള അവസരം ഇല്ല. അപ്പൊ നമ്മൾ എന്താണ്, ആ കറുപ്പിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, ഒന്ന് ആലോചിക്കുക, നമ്മള് തിരഞ്ഞെടുത്ത ഓപ്ഷൻ കറക്റ്റ് ആണോ എന്ന് എന്ത് ചെയ്യുക, ചിന്തിക്കുക. PSCയുടെ ഒരു പ്രത്യേകത, നമുക്ക് കറുപ്പിച്ചാൽ പിന്നെ എന്താ, മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. പിന്നീട് നമ്മൾ നോക്കുമ്പോഴായിരിക്കും ഇതല്ലല്ലോ ഇതിന്റെ ആൻസർ, അതായിരുന്നില്ലേ എന്നുള്ളൊരു ആൻസർ. നമ്മൾ ടെൻഷൻ ആവാതെ പെഡഗോജി എന്ത് ചെയ്യുക, നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് പെഡഗോജി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, എന്താണ് തഹദ്ദുസ്, ഇസ്തിമാ, തഹദ്ദുസ്, ഖിറാഅ, അൽ കിതാബ. നമുക്കറിയാം ഇസ്തിമാ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളത് കേൾക്കുന്നു, ലിസണിങ്. തഹദ്ദുസ് സ്പീക്കിങ്. ഖിറാഅ എന്ന് പറയുമ്പോൾ എന്താണ്, റീഡിങ്. കിതാബ എന്ന് പറയുമ്പോൾ റൈറ്റിങ്. അപ്പം ഈ ഒരു 4 ഇദ്ഖാല് നമ്മൾ കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇസ്തിമാ. ഇൻപുട്ട് ആണല്ലേ, ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്, നമുക്ക് കിട്ടുന്നതും എന്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്താ, ഓക്കെ, മഹാറാത്തു ലുഅവിയ, മഹാറാത്തു ഇസ്തിഖ്ബാലിയ, മഹാറാത്തു ഇന്താജിയ. നോക്കിയേ, എന്താണ് മഹാറാത്തു ലുഅവിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 എന്താണ് മഹാറാത്തുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. LSRW, അത് ഓർഡർ ഓർത്ത് വെക്കണം. ഇനി എന്താണ് മഹാറാത്തുൽ ഇസ്തിഖ്ബാലിയ, അതായത് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്നത്, അങ്ങനെ പറയാം. നോക്കി, എന്താണ് ഇസ്തിമാ വൽ ഖിറാഅ, ഇത് രണ്ടും എന്താണ് മഹാറാത്തുൽ ഇസ്തിഖ്ബാലിയാണ്. എന്നാൽ മറ്റേ 2 തഹദ്ദുസും കിതാബയും, അത് രണ്ടും എന്താണ്, ആ മഹാറാത്തുകൾ നമുക്ക് എന്താണ്, നമ്മൾ ഒന്ന് കൊടുക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. മറ്റു 2
ഇതെന്ന് പറയുന്നത് തഹദ്ദുസും കിതാബയും. ഇനി നോക്കിയേ, അത് ബാക്കി പറയാം. ഇസ്തിമാ, എന്താണ് ഇസ്തിമാ? അസാസുൽ അവ്വൽ ഹാമ് ഫി തഅലീമിൽ ലുഗ. ഒരു ഭാഷാ പഠനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് പറയുന്നത് ഇസ്തിമാ. ഒന്നാമത്തെ ഘടകം, ആദ്യത്തെ ഘടകം. ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും അതിന്റെ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഇസ്തിമാ ആണ്. ഇനി അവ്വലു മഹാറാത്തുൽ ലുഅവിയ യുറഫു ബി മഹാറാത്തിൽ ഇസ്തിഖ്ബാൽ. ഇതെന്താണ്? ആദ്യത്തെ മഹാറാത്ത്, ഭാഷാപരമായിട്ടുള്ള ഒരു മഹാറാത്താണ്. ഇതിനെ എന്ത് ചെയ്യുന്നു? മഹാറാത്തുൽ ഇസ്തിഖ്ബാൽ എന്നും അറിയപ്പെടുന്നു. ഇസ്തിഖ്ദാമു അദാനിഹ ലിഫഹ്മി ലുഅത്തി മുബാശറതൻ മിൻ തഹദ്ദുസ്. സ്പീക്കിങ്ങിലൂടെ നേരിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഭാഷ എന്ത് ചെയ്യാൻ, മനസ്സിലാക്കാൻ, കേൾക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് സ്പീഡിനെ പറഞ്ഞു പോകുന്നത്. മഹാറാത്ത് നമ്മൾ കേട്ടിട്ടുള്ളത്, നമുക്കറിയാം എന്താണ് ഇസ്തിമാ, ലിസണിങ് എന്ന് പറയുന്നത് കേൾക്കുക. അപ്പൊ കേൾക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മള് ഒരു കാര്യം എന്ത് ചെയ്യാ, നമ്മള് കേൾക്കുക. ഒരു ഭാഷ പഠിക്കാൻ എന്താണ്, നമ്മൾ കേൾക്കണം. അതാണ് നമ്മളിപ്പോ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അറബി തന്നെ ആയിക്കോട്ടെ, എന്താണ്, നമ്മൾ അറബി ന്യൂസുകൾ കേൾക്കുക, അങ്ങനെ അറബി ചാനൽസുകളൊക്കെ കേൾക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്താണ്, ഒരു ഭാഷ പഠിക്കുന്നതിന്റെ ആദ്യത്തെ ഘടകമാണ്. അൽ മഹാറാത്ത് ഇസ്തിമാഉ ഹിയ ഖുദ്റത്തുൻ അലാ തഈനിൽ മസ്മൂഇ വ തമീസ് ഇസ്തിദ്കാരിഹി ഇൻ ഹാജത്തി വ ഇദ്റാഖഹു. മഹാറത്ത് ഇസ്തിമാ എന്ന് പറയുന്നത് അതൊരു കഴിവാണ്. എന്തിനാണ്? കേൾക്കുന്നതിനുള്ള. എങ്ങനെയാണ്? ആവശ്യത്തിനനുസരിച്ച്, അതായത് എന്താണോ നമ്മൾ കേൾക്കുന്നത് അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അത് കേട്ട് എന്ത് ചെയ്യുന്നു, അത് അങ്ങനെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു കഴിവാണ് എന്തെന്ന് പറയുന്നത് ഇസ്തിമാ. നമ്മൾ എന്താണ്, ഒരു നല്ല അധ്യാപകൻ നല്ലൊരു ലിസണർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് അവിടെ പറയുന്നത്, നമ്മൾ എന്താണ്, നമ്മൾ കേൾക്കണം. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഇതുമായിട്ട് ബന്ധമില്ല. ഞാൻ വരുന്നത്, നമ്മള് നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കണം. ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് എന്ത് ചെയ്യണം, ആ ലാംഗ്വേജ് കേൾക്കണം. അപ്പൊ നമ്മൾ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ കേൾക്കുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ടാണ് നമ്മൾ മലയാളം എന്ത് ചെയ്യുന്നത്, ഇത്ര നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത്. അല്ല നമ്മള് മലയാളത്തിന്റെ ഗ്രാമർ ഒക്കെ അറിഞ്ഞിട്ടാണോ? അല്ല, നമ്മളത് കേട്ടുകൊണ്ടാണ്. അപ്പൊ ആ ഒരു കേൾക്കുക എന്നുള്ള ഒരു പ്രോസസ്സ്, അതെന്താണ്, അത്രയ്ക്ക് എന്താണ് ഇമ്പോർട്ടൻസ് ഉണ്ട്. യജിബു അലൽ മുഅല്ലിം യസ്തഖ്ദിമു മവാഖിഉ വൽ കൻവാത്തുൽ അറബിയ ഫി സഫ്. അതുപോലെ എന്താണ്, അധ്യാപകന് നിർബന്ധമാണ് എന്താണ് ഉപയോഗിക്കല്, സൈറ്റുകളും ചാനൽസുകളും ഫിൽ അറബിയ, അറബിക് ചാനൽ ക്ലാസ്സുകളിൽ അറബി ചാനൽസുകളും സൈറ്റുകളൊക്കെ ഉപയോഗിക്കൽ അധ്യാപകന് നിർബന്ധമാണ്. അപ്പൊ നമ്മള് കുട്ടികൾക്ക് എന്താണ്, ഒരു ലാംഗ്വേജ് അറബി ഭാഷ മനസ്സിലാക്കി കൊടുക്കാൻ എന്താണ്, ആ ചാനൽസുകളും സൈറ്റുകളൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളിലേക്ക് നമ്മൾ എത്തിക്കണം. അപ്പൊ ഒന്നാമത്തെന്ന് പറയുന്നത് ലിസണിങ്. നമ്മൾ എന്ത് ചെയ്യുക, കേൾക്കുക. എന്താണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ് ഒരു ലാംഗ്വേജ് പഠനത്തിന്റെ ഇസ്തിമാ. അതിനെ ഇസ്തിഖ്ബാൽ, മഹാറാത്ത് ഇസ്തിഖ്ബാൽ എന്നും പറയപ്പെടുന്നു. ഇനി നോക്കിയേ, മഹാറാത്തുൽ ലുഅവിയ അസാനിയ തഹദ്ദുസ്. രണ്ടാമത്തെ മഹാറാത്താണ് തഹദ്ദുസ്, എന്താണ്, സ്പീക്കിംഗ് എന്ന് പറയുന്നത്. മഹാറാത്ത് ഇൻദാജിയ, അതെന്താണ്, ഒരു റിസൾട്ട് ആണ്. നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പീക്ക്. ഇനി അതിന്റെ മഹാറാത്ത് തഹദ്ദുസിന്റെ പ്രത്യേകതകൾ നോക്കിയേ. സൗത്തുൻ ഹാദ്, സൗത്തുൻ വാളിഹ്, സൗത്തുൻ ജദ്ദ, ഇസ്തിഖ്ദാം നമാദിജ് വൽ അംസില, മുറാഅത്ത് ഹറകത്തുൽ യദൈൻ വൽ ജിസ്മ. സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? സൗത്തുൻ ഹാദി, ശാന്തമായ ശബ്ദത്തിലായിരിക്കണം. സൗത്തുൻ വാളിഹ്, വ്യക്തമായിരിക്കണം. നമ്മൾ എന്താണോ പറയുന്നത് അത് വ്യക്തമായിട്ട് പറയണം. സൗത്തു ജദ്ദാബ്, എന്താണ്, നമ്മൾ പറയുന്ന കാര്യം എന്താണ്, നല്ല സ്വീറ്റ് ആയിട്ട്, അതായത് നല്ല എന്താണ്, അത് കേൾക്കുന്നവർക്ക് എന്താണ്, നമ്മളിങ്ങനെ ദേഷ്യത്തിൽ പറയാതെ ഒരു എന്താണ് ശാന്തമായിട്ടുള്ള രീതിയിൽ ഒരു ആസ്വാദനം കിട്ടുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഇസ്തിഖ്ദാമ നമാദിജ് വൽ അംസില, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എക്സാമ്പിളുകളും മാതൃകകളൊക്കെ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. പിന്നെന്താണ്, മുറാഅത്ത് ഹറകത്തു യദൈൻ വൽ ജിസ്മ, എന്താണ്, നമ്മുടെ കാലുകളുടെ ചലനങ്ങളും അതായത് ബോഡി ലാംഗ്വേജുകൾ എന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാം. അതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോഴായാലും എന്താണ്, കുഞ്ഞു കുട്ടികളല്ലേ, അപ്പൊ അവരുടെ മുന്നിൽ എന്തായിരിക്കും, നമ്മളൊരു വലിയൊരു
നമ്മൾ എന്താണ് അവർക്ക് എന്താ നമ്മൾ ഒരു ആക്ടർ ആയിട്ടാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്. കുട്ടികൾക്ക് അതാണ് കുറച്ചുകൂടി രസം. എന്താണ് അവർക്ക് ആ ഒരു കാണുന്നതിലും നമ്മൾ പറയും ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു കുറച്ച് വലുതാക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതെന്താണ് നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് അത്. ഈ നോക്കിയേ, അപ്പം നമ്മൾ പറഞ്ഞത് ലിസണിങ്ങും പറഞ്ഞു, സ്പീക്കിംഗ് പറഞ്ഞു. ഇനി ഖിറാ മഹാറാത്തുൽ ഉഅവിയ സാലിസ, മൂന്നാമത്തെ സ്കില്ലാണ്. തുസായിദു ദാരിസ് അലാ ഇത്ലാഇ അലാ ശക്ലിൽ ഹുറൂഫ് വതമീസ. എന്താണ് ഇവിടെ എന്താണ് പരിഗണിക്കുന്നത്? അക്ഷരങ്ങളുടെ രൂപം, അതായത് നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നു. അതായത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ സ്പീക്കിങ്ങിൽ പറഞ്ഞു നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ് ശാന്തമായിരിക്കണം, വ്യക്തമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്താണ് അക്ഷരങ്ങളുടെ രൂപം, അതായത് നമ്മുടെ മഹ്റജുകൾ, നുത്തുക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഖിറായിൽ എന്ന് പറയുന്നത് നുത്തുക്കാണ് നോക്കുന്നത്. ഫിഹി മുതഅത്തൻ ലിഐനി വലിസാനി വഖൽബി. ഇവിടെ എന്താണ് ഇവിടെ കണ്ണും നാവും ഹൃദയവും എന്താണ് ഒരുമിച്ച് എന്ത് ചെയ്യുന്നു ചലിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ കണ്ണ് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ്, പിന്നെ അതുപോലെ നാവ്, കൽബ്, ഹൃദയം, ഈ മൂന്നും എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഖിറാ എന്ന് പറയുന്നത്. വായനയുടെ ഒരു പ്രത്യേകത കൂടിയാണത്. നമ്മൾ എന്ത് ചെയ്യുന്നു വായനയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം അല്ല കണ്ണും നാവും ഹൃദയവും ഇത് മൂന്നും എന്ത് ചെയ്യുന്നു ഒരുമിച്ച് എന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു. ബിവാസിത്തത്തിൽ ഖിറാ യഖ്തദിർ തോലിബു അലാ യക്തസിബു അൽഫാൽ. ബിവാസിത്തത്തിൽ ഖിറാ വായനയിലൂടെ എന്ത് ചെയ്യുന്നു കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു പുതിയ പദങ്ങളെ സമ്പാദിക്കാനുള്ള ഒരു കഴിവ് കുട്ടികൾ നേടിയെടുക്കുന്നു വായനയിലൂടെ. ഇനി വായന നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ടൈപ്സ് ഉണ്ടെന്ന്. ഖിറാഅത്ത് സ്വാമിത്ത, ഖിറാഅത്ത് നമ്മൾ കഴിഞ്ഞ HSCയുടെ ക്വസ്റ്റ്യന് ഖിറായുടെ ഈ ടൈപ്പ് ഓഫ് ഖിറാ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൈലന്റ് റീഡിംഗ് ഖിറാഅത്ത് സ്വാമിത്ത ഹിയ ഖിറാഅത്തുൻ തത്തിമു നളറു ഫഖത്ത് ദൂനി സൗത്തിൻ മ്യൂട്ട് ചെയ്തേ. എന്താണ് സോമിത്ത എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, എന്താണ് നമ്മൾ ശബ്ദമില്ലാതെ എന്ത് ചെയ്യുന്നു നമ്മൾ എന്താണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു ഉള്ള വായനയാണ് എന്തെന്ന് പറയുന്നത് സൈലന്റ് റീഡിംഗ് എന്ന് പറയുന്നത്. വഹി അമലിയത്തു ഫിക്രി, അതെന്താണ് ഒരു ചിന്ത പ്രോസസ്സാണ്. ലാ ദഖല സൗത്തൻ ഫിഹ, അവിടെ ശബ്ദത്തിന് എന്തില്ല പ്രവേശനമില്ല. വഫീഹി തഹദ്ദുസ് ബിഇൻതിഖാലി ഐനൈനി ഫൗക കലിമാതി വൈദ്റാക്കി. എന്താണ് ഇവിടെ എന്താണ് നമ്മുടെ കണ്ണാണ് എന്ത് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത്, ഇങ്ങനെ ആ വാക്കുകളിലൂടെ അക്ഷരങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു കണ്ണ് സഞ്ചരിച്ച് അതെന്ത് ചെയ്യുന്നു അത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ കണ്ടന്റ് ആ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഓഹോ ഐസറു മിൻ ഖിറാഅത്ത് ജഹരിയ, ഇതെന്താണ് മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആണ് ജഹരിയ. ഇത് രണ്ടും എന്താണ് സൈലന്റ് റീഡിങ്ങും ലൗഡ് റീഡിങ്ങും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്താണ് അങ്ങോട്ടും ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. സൈലന്റ് റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശബ്ദമില്ല, ലൗഡ് റീഡിംഗ് ആകുമ്പോൾ അവിടെ ശബ്ദമുണ്ട്. വഹിയ ഖിറാഅത്തുൻ തുഅ്തബിറു ബിസ്സുഫൂഫി സാനവിയ അൽ ആലിയ, ഉയർന്ന ക്ലാസ്സുകളിലാണ് ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതായത് സൈലന്റ് റീഡിംഗ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നോക്കിയേ ലൗഡ് റീഡിംഗ് ഹിയ അഖസു ഖിറാഅത്ത് സ്വാമിത്ത. ലൗഡ് റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ് മറ്റേതിന് ഓപ്പോസിറ്റ് ആണ്, അതായത് സൈലന്റ് റീഡിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ്. തഖൂമു അലാ നുതുഖു ബിൽ ഹുറൂഫി വ ഇഖ്റാജുഹ മിൻ മഖാരിജഹ, അതെന്ത് ചെയ്യുന്നു എന്താണ് ഹുറൂഫ് ഉച്ചാരണത്തിലാണ് എന്ത് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നത്, അതെങ്ങനെ പുറപ്പെടുന്നു എവിടെ നിന്നൊക്കെ അതിന്റെ മഖ്റജും നുതുഖുമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. വഹിയ വസീലത്തുൻ, അതെന്താണ് അതൊരു മാർഗമാണ്. ലി കശ്ഫി അഖ്താഉ തലാമിദ് ഫി നുതുഖി വൻ നഹ്വ്, കുട്ടികളുടെ ഗ്രാമാറ്റിക്കലും ഉച്ചാരണത്തിലുള്ള മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ എന്ത് ചെയ്യുന്നു സഹായിക്കുന്ന ഒരു മാർഗമാണ് എന്തെന്ന് പറയുന്നത് ലൗഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് ലൗഡ് റീഡിങ്, എന്താണ് സൈലന്റ് റീഡിങ്, അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പം ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ ഇന്റൻസീവ് റീഡിംഗ് ഹിയ ഖിറാഅത്തുൻ തഖ്സസു ബിഹാ അൽ മുഅല്ലിം ലിതലാമീദി ബഅദ് മവാദിൽ ഖിറാഅ കതദ്രീസ് തുല്ലാബ് ബിഇസ്തിആനത്തി മുറാജിഅ ലാസിമ. എന്താണ് അതെന്താണ് അതൊരു വായനയാണ്. എന്ത് ചെയ്യുന്നു സ്പെഷ്യലൈസ് ചെയ്യുന്നത് അധ്യാപകൻ എന്ത് ചെയ്യുന്നു കുട്ടികൾക്ക് ചില
ടോപ്പിക്കുകൾ ചില കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നു, വായിക്കാൻ വേണ്ടി കൊടുക്കുന്നു. എന്താണ് അവർക്ക് എന്താണ് ഒരു അധിക വായനയ്ക്ക് വേണ്ടി കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വായനയാണ്. അതായത് നമ്മളിപ്പം ടെക്സ്റ്റ് ചെറിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം, എന്താണ് റീഡിങ് കുട്ടികൾക്ക് വായിക്കാനുള്ള ഭാഗം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പോർഷൻസിനെയാണ് എന്തെന്ന് പറയുക, ഇന്റൻസീവ് റീഡിങ്, ഖിറാഅത്തുൽ മുക്കസഫ ഔ മുറക്കസ. എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, കുട്ടികൾ ആ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് എന്താണ് അതിന്റെ ആവശ്യമുണ്ട്. ഇനി നോക്കിയാൽ അടുത്തതും കൂടി പറയുമ്പോൾ മനസ്സിലാവും. ഖിറാഅത്തുൽ ഹുറ എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീ റീഡിങ്. അതായത് എന്താണ്, കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് വായിക്കുമല്ലോ, അങ്ങനെയുള്ള റീഡിംഗ് ആണ് എന്തെന്ന് പറയുന്നത്, ഫ്രീ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ എന്താണ്, കുട്ടിക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാം, വായിക്കാം. അങ്ങനെ ഒരു വായനയാണ് ഫ്രീ റീഡിംഗ് എന്ന് പറയുന്നത്. എന്നാൽ മറ്റേതെന്ന് നമ്മൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇന്റൻസീവ് ആവുമ്പോൾ എന്താണ്, ആ ടെക്സ്റ്റ് ബുക്കിന്റെ കണ്ടന്റുമായിട്ട് ബേസ് ചെയ്തതായിരിക്കും. അത് ആ കണ്ടന്റ് കുട്ടി അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ വായിക്കുന്ന ഒരു വായനയാണ് എന്തെന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ, അത് തന്നെ എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നും ഇതിന് പറയാറുണ്ട്. ഇനി നോക്കിയേ, കിതാബത്ത് റൈറ്റിംഗ്. റാബിയ മിൻ മഹാറാത്തുൽ ലോബിയ, മൂന്നാമത്തെ മഹാറാത്താണ്. തസ്തഹിദ്മു അൽ യദ് വൽ ഐൻ വൽ കൽബ്. നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ ലിസാനാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ എന്താണ്, യദ്, കൈയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റൈറ്റിംഗിൽ. അപ്പം അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കിതാബ എല്ലാ പ്രാവശ്യവും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇപ്പോഴത്തെ LP-യിലും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ഈ മഹാറാത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. നമുക്ക് അറിയാവുന്ന കാര്യമാണ് എങ്കിൽ കൂടി എന്താണ്, തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ആൻസർ ചെയ്യാനുള്ള ആവേശം നമുക്ക് കൂടുതലായിരിക്കും. നമുക്ക് അറിയാവുന്ന കാര്യമില്ലേ, അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ചാടിക്കേറി ഒന്നിലും ആൻസർ ചെയ്യരുത്, ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഇനി നോക്കിയേ, വസായിലു താലീമിലെ കിതാബത്തിൽ അഷ്മക്. എന്താണ്, കോപ്പി റൈറ്റിംഗ്, ഇംല. ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്, കോപ്പി റൈറ്റിങ്ങും ഇംല ഡിക്റ്റേഷനും. അതായത് നമ്മൾ റൈറ്റിംഗില് നമ്മൾ കോപ്പി കുട്ടികൾ കൊടുക്കാറുണ്ട്, നമുക്കറിയാം. കോപ്പി എന്താണ്, അവരുടെ ഹാൻഡ് റൈറ്റിംഗ് നന്നാവാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന ഇതാണ് കോപ്പി റൈറ്റിംഗ്. എന്നാൽ ഇംല എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതുണ്ട്. ഇനി പറയുന്നുണ്ട്, ഷുറൂത്തു കിതാബ അനാസിറുൽ ആസിമാൽ കിതാബത്ത് ചെയ്യാൻ. ഒരു നല്ലൊരു എഴുത്തിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, വുളൂഹ്, വ്യക്തമായിരിക്കണം. സുറഅത്ത്, എന്താണ്, സ്പീഡ് ഉണ്ടായിരിക്കണം. വൽ ജമാൽ, അതെന്താണ്, ഭംഗിയുള്ളതായിരിക്കണം. ഇതാണ് എന്ത് ചെയ്യുന്നത്, ഒരു എഴുത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഏതൊരു PSC എപ്പോഴോ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പെട്ടതല്ലാത്തതെന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ, ഉള്ളൂഹ്, സുറത്ത്, ജമാൽ, പിന്നെ വേറൊരു ഘടകം കൂടി തന്നിട്ട് അതിൽ പെട്ടതല്ലാത്തത് ഏതിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പം എന്താണ്, ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ്, വ്യക്തമായിരിക്കണം, പിന്നെന്താണ്, എഴുതുന്നതിന് വേഗത ഉണ്ടാവണം, പിന്നെന്താണ്, അത് ഭംഗിയുള്ള എഴുത്തായിരിക്കണം. അപ്പം എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് അല്ല, ഹാൻഡ് റൈറ്റിംഗ് ഒരുപോലെ അല്ല, എന്നാലും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു നീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എഴുതണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇംല ഡിക്റ്റേഷൻ എന്ന് പറയുന്നത്, ഇംല ഇൽമുൻ യുഅനി ബി ഖവായിദുൽ കിതാബ. ഇംല എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു ഇൽമ്, അതൊരു അറിവാണ്, അല്ലെങ്കിൽ അതൊരു സയൻസ് ആണ് എന്നൊക്കെ നമുക്ക് പറയാം. യുഅനി, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, എഴുത്തിന്റെ നിയമങ്ങളാണ് ഇംല ഡിക്റ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എഴുത്തിന്റെ നിയമങ്ങളാണ്. ഇനി നമുക്ക് പറയാം, ഇൽമുൻ യഹ്ഫദു കലമുൽ കാത്തിബ് മിൻ സിയാദത്തി വനുക്സാനി. എന്താണ്, അതൊരു അറിവാണ്. യഹ്ഫദു കലമുൽ, എഴുത്തുകാരന്റെ പേനയെ സംരക്ഷിക്കുന്നു. എന്താണ്, മിൻ സിയാദത്തി വനുക്സാനി, എന്താണ്, ഒരു ടെക്സ്റ്റ്, ഒരു കണ്ടന്റ് എന്താണ്, അത് എന്താണ്, ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, അവതരിപ്പിച്ചുകൊണ്ട് ആവശ്യത്തിന് മാത്രം എന്ത് ചെയ്യുന്നു, ആവശ്യത്തിന് മാത്രം കണ്ടന്റുകൾ പ്രസന്റ് ചെയ്തുകൊണ്ട് എഴുത്തുകാരന്റെ പേനയെ സംരക്ഷിച്ചു നിർത്തുന്ന നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു എന്താണ്, സയൻസ് അല്ലെങ്കിൽ ഒരു അറിവാണ് എന്താണ്, ഇംല എന്ന് പറയുന്നത്. ഇനി ഇംല എന്ന ഒരുപാട് തരത്തിലുണ്ട്. ഇംല മൻകൂൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ആ ഡെഫിനിഷൻ പറഞ്ഞിട്ട് അതിന്റെ പേരിലോട്ട് വരാം. യൂറലു നസു അല സബൂറ ഔ ഫി ബത്താഖത്തി ഖാസ
ഔ ഫി കിതാബത്തിൽ മുഅയ്യൻ സുമ്മ യഖ്റഉ ഹാദൻ നസ്സ് വയുനാഖിഷു. എന്താണ് എന്ത് ചെയ്യുന്നു? അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് എന്ത് ചെയ്യുന്നു? ബോർഡിൽ എഴുതിയിടുന്നു, അല്ലെങ്കിൽ ഒരു കാർഡ് ഒരു കാർഡ് കാണിക്കുന്നു, ഒരു സ്പെഷ്യൽ കാർഡ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും എഴുതിയത് എന്ത് ചെയ്യുന്നു? അധ്യാപകൻ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? കുട്ടി അത് വായിച്ച് എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അത് ചർച്ച ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഇംലാവുൽ മൻഖൂൽ, അധ്യാപകൻ എഴുതിയിടുന്നത് അതുപോലെ നോക്കി എഴുതുന്ന ഒരു പ്രോസസ്സ്, അതാണ് ഇംലാവ് മൻഖൂൽ എന്ന് പറയുന്നത്. ഒറലു നസ്, ഇവിടെ എന്താണ് കണ്ടന്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ കണ്ടന്റ്, പിന്നെ അതെന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ടന്റ്, പിന്നെ എന്ത് ചെയ്യുന്നു? മുനാഖഷ, അത് ഡിസ്കസ് ചെയ്യുന്നു, പിന്നെ കിതാബ. അങ്ങനെയാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു? ആ ടെക്സ്റ്റ് കുട്ടി ആ ടെക്സ്റ്റ് എന്താണോ അതെന്ത് ചെയ്യുന്നു? കുട്ടി മനസ്സിലാക്കുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു? മുനാഖഷ, അത് ചർച്ച ചെയ്യുന്നു. പിന്നെ അതെന്ത് ചെയ്യുന്നു? കിതാബ, എഴുതുന്നു. അതാണ് ഇവിടെ ഇംലാവ് മൻഖൂൽ എന്ന് പറയുമ്പോൾ അധ്യാപകൻ എഴുതിയിരുന്ന കാര്യം എന്ത് ചെയ്യുന്നു? കുട്ടി ആ കണ്ടന്റ് മനസ്സിലാക്കിയിട്ട് അതെന്ത് ചെയ്യും? ചർച്ച ചെയ്തിട്ട് ശേഷം എന്ത് ചെയ്യുന്നു? തന്റെ പുസ്തകത്തിലേക്ക് പകർത്തുന്ന രീതിയാണ് ഇംലാവ് മൻഖൂൽ എന്ന് പറയുന്നത്. ഇനി ഇംലാവ് മൻദൂർ എന്ന് പറയുമ്പോൾ വഹുവായി യതഅറളു കിതാബത്തുൽ ഇംലായ അല തലാമീദു ലിഖിറാഅതിഹ വഫഹ്മിഹ സുമ്മ യജിബു കിതാബത്തുൽ ഇംലായ അല തലാമീദ് ബഅദാലിക. ഇതിലെന്ന് പറയുന്നത് എന്താണ്? കിതാബത്തു ലിംലായ, ഇതൊരു ഡിക്റ്റേഷൻ പ്രോസസ് ആണ്. പക്ഷെ എന്താണ് ഇവിടെ എന്താണ്? കുട്ടി ആദ്യം എന്ത് ചെയ്യുന്നു? വായിക്കുന്നു, പിന്നെ അത് മനസ്സിലാക്കുന്നു, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? കുട്ടി എഴുതുന്നത്. ആദ്യം കുട്ടി അത് വായിക്കും, പിന്നെ അത് മനസ്സിലാക്കും, പിന്നെ എഴുതും. അതായത് ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യം ആ കണ്ടന്റ്, ആ ടെക്സ്റ്റ് എന്താണോ അത് കുട്ടി മനസ്സിലാക്കും, പിന്നെ അത് എന്ത് ചെയ്യുന്നു? ഖിറാഅത്ത്, കുട്ടി വായിക്കും, പിന്നെ കിതാബ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ആദ്യം നസ്, പിന്നെ അത് ചർച്ച ചെയ്യും, പിന്നെയാണ് കുട്ടി എഴുതുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? ചർച്ചയ്ക്ക് പകരം എന്ത് ചെയ്യുന്നു? കുട്ടി വായിക്കുവാണ് ചെയ്യുന്നത്. ഇനി ഇംലാഉൽ ഇസ്തിമായി നോക്കിയേ. അൽ മുഅല്ലിമു യഖ്റഉ കിതാബത്തുൽ ഇംലായ ഖിറാഅത്തു ജഹ്രിയ നമൂദിജിയ ഖബ്ല ബദഉൽ മുനാഖശതി വബഅദഹ യതഅറഫു തലാമീദ് ഫഹവ ഹാദൻ നസ്സു ഫയഅലൈഹി. അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ആ ഡിക്റ്റേഷൻ എന്ത് ചെയ്യുന്നു? അത് വേർഡ് വായിക്കുന്നു. എന്ത് ചെയ്യുന്നു? ജഹ്രിയൻ, ഉറക്കെ എന്ത് ചെയ്യുന്നു? വായിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യാണ്? ചർച്ച ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? കുട്ടികളോട് എഴുതാൻ ആവശ്യപ്പെടുന്നു. ഖിറാഅത്തു ജഹ്രിയ അൽ കിതാബ. എന്ത് ചെയ്യുന്നു? അധ്യാപകൻ ഉറക്കെ വായിച്ചു കൊടുത്തിട്ട് അത് കുട്ടികളോട് എഴുതാൻ ആവശ്യപ്പെടുന്ന രീതിയാണ് ഇംലാഉൽ ഇസ്തിമായി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്ന കേട്ടെഴുത്തില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് അധ്യാപകൻ ഒരു വാക്ക് എന്ത് ചെയ്യുന്നു? പറയുന്നു, ഉറച്ചു പറയുന്നു, അത് എന്ത് ചെയ്യുന്നു? കുട്ടികളോട് എഴുതാൻ പറയുന്നു. അതാണ് ഖിറാഅത്തുൽ ഇസ്തിമായി എന്ന് പറയുന്നത്. ഇനി ഇംലാഉൽ ഇഖ്തിബാരി, ആദ്യം എന്ത് ചെയ്യുന്നു? അധ്യാപകൻ എന്ത് ചെയ്യുന്നു? ഒരു കണ്ടന്റ്, ഒരു ടെക്സ്റ്റ് വായിക്കും, പിന്നെ എന്ത് ചെയ്യുന്നു? സുമ്മ യഖ്റഉൽ മുഅല്ലിം കിതാബത്തുൽ ഇംലായ ബഅദ ഇന്തിഹാ ഇവിടെ എന്താണ്? ഇംതിഹാനു സനവി, നമ്മള് നടത്തുന്ന എക്സാമുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം എക്സാമുകളുടെ പ്രത്യേകത എന്താണ്? എന്ത് ചെയ്യുന്നു? നമ്മള് കുട്ടികൾക്ക് ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. എന്ത് ചെയ്യുന്നു? അതെന്ത് ചെയ്യുന്നു? അത് പഠിച്ചുകൊണ്ട് വന്നിട്ട് അവരോട് എക്സാം എഴുതാൻ പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും. കുട്ടികൾക്ക് അതെന്ത് ചെയ്യുന്നു? അധ്യാപകൻ എന്ത് ചെയ്യുന്നു? പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അത് ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചെടുക്കുന്ന ഇതാണ് ഇവിടെ പറയുന്നത്. ആ ചില ക്വസ്റ്റ്യൻസ് കുഞ്ഞു കുട്ടികളായതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളത് വായിച്ചെടുക്കും, പിന്നെ ആ ടെസ്റ്റ് നടത്തും. അങ്ങനെയാണ് ഇത് ഇംലാഉൽ ഇഖ്തിബാരി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇംതിഹാനു സനവി പോലുള്ള ഇപ്രാവശ്യത്തെ എക്സാമിന് പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു, ഇതിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു. നമ്മൾ ഇംലാവ് പറഞ്ഞ കൂട്ടത്തിലെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ഒരു പോർഷനാണ്. ബ്രൈറ്റ് അക്കാഡമിയുടെ കുട്ടികൾക്ക് അറിയാവുന്ന ഒരു കണ്ടന്റ് ആയിരുന്നു. നമ്മൾ നോട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് എറർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം. കേട്ടിട്ടിനൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നോക്കിയേ, മുആലജത്തുൽ അഖ്താ തഹ്രീറു ഹുവ അർബഅത്തുൽ അഖ്സാം. അതായത് നമ്മൾ എറർ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതിലുള്ള 4 ഇനങ്ങളാണ് പറയുന്നത്. തഹ്രീറുൽ മബാസി ഓർ മഫ്ഹൂമി അൽ മഅനവി,
അതായത് ഇതിനെയാണ് തീമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതായിരുന്നു ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത്. അതായത് തീമാറ്റിക് എഡിറ്റിംഗിന്റെ അറബി ടേം എന്താണെന്ന് കണ്ടെത്താനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ തഹരീറുൽ മബഹസി എന്ന ഓപ്ഷനിൽ ഉണ്ടായിരുന്നു, തർക്കീബി ഉണ്ടായിരുന്നു, അജ്റൂമി ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും കൂടി അതായത് തഹരീറു തഹ്ജിയ ആണെന്ന് തോന്നുന്നു. അപ്പം 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം കറക്റ്റ് ആയിട്ടുള്ളത് തീമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ തഹരീറുൽ മബഹസി ആണ്. അതിന് പറയുന്ന വേറൊരു പേരാണ് മഫ്ഹൂമി എന്ന് പറയുന്നത്, മഅനവി എന്ന് പറയുന്നത്. അപ്പൊ തീമാറ്റിക് എഡിറ്റിംഗ്, അപ്പൊ മബഹസി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് റിസർച്ച് എന്നൊക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, തീമാറ്റിക് ആണ് തഹരീർ മബഹസി എന്ന് പറയുന്നത്. ഇനി തഹരീർ തർക്കീബി എന്ന് പറയുമ്പോൾ സിൻടാക്റ്റിക് എഡിറ്റിംഗ്, നമുക്കറിയാം തർക്കീബ സ്ട്രക്ചർ. ഇനി തഹരീർ അജ്റൂമി എന്ന് പറയുമ്പോൾ മോർഫോളജിക്കൽ എഡിറ്റിംഗ്. തഹരീർ ഫി തഹ്ജിയ തർക്കീം സ്പെല്ലിംഗ് എഡിറ്റിംഗ്. ഇനി എന്താണ് ഓരോന്ന് എന്താണെന്ന് നോക്കാം. തഹരീറുൽ മബാസി ഹുവ തഹരീറുൻ അല്ലദീ ഖളാ ബിഹാ മുഅല്ലിം ബഅദ തഖ്ദീം. എന്താണ് ഇതൊരു എഡിറ്റിംഗ് ആണ്. ഇത് എപ്പോഴാണ്? അവതരണത്തിന് മുമ്പ്, അതായത് അധ്യാപകൻ ഒരു കാര്യം പ്രസന്റ് ചെയ്യുന്നതിന് ശേഷം, ഒരു കാര്യം അധ്യാപകൻ ഒരു കാര്യം പ്രസന്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? നിർവഹിക്കുന്ന ഒരു എഡിറ്റിംഗ് ആണ് തഹരീറുൽ മബഹസി എന്ന് പറയുന്നത്. ഐ യഖ്തബിറുൽ മുഅല്ലിം മുഹാദിസാത്ത് വമുൻദവിജാത്തു മിൻ ഖബ്ല ദാരിസീന ഫഹൽ ഹിയ മവാഖിഫു ഫിൽ മബഹസി അം ലാ. അതായത് എന്ത് ചെയ്യുന്നു? അധ്യാപകൻ എന്ത് ചെയ്യുന്നു? കണ്ടെത്തുന്നു. എന്താണ്? മുഹാദസ് ദാരിസ് കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള എന്താണ് ശരി തെറ്റുകളെ കണ്ടെത്തിയിട്ട് അത് വെച്ച് എന്ത് ചെയ്യുന്നു? അധ്യാപകൻ നടത്തുന്ന എഡിറ്റിംഗ് ആണ് എന്തെന്ന് പറയുന്നത്? തഹരീറുൽ മബഹസി തീമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു കണ്ടന്റ് കുട്ടികളിൽ പ്രസന്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യുന്നു? അപ്പൊ ആ ഒരു കണ്ടന്റില് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അതെങ്ങനെ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് അത് ലേൺ ചെയ്യാൻ പറ്റുന്നു, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് അധ്യാപകൻ നടത്തുന്ന എഡിറ്റിങ്ങിനെയാണ് തഹരീറുൽ മബഹസി എന്ന് പറയുന്നത്. അൻ തക്കൂനു മുദക്കിറ അൻ സിയാഹ മുവാഫഖത ലിൽ മൗഖിഫി കാമിലൻ ബിദായ വനിഹായ വൽ മദ്മൂൻ. ഒരു തക്കൂനു മുദക്കിറ, നമ്മളൊരു സന്ദർഭത്തില് എന്താണ് അതിനെന്താണ് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഒരു നിഹായ ഒരു അവസാനം ഉണ്ടാവും, ഒരു മദ്മൂൻ ഒരു കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ ആ ഒരു കണ്ടന്റ് ബേസ് ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മളൊരു ഒരു കണ്ടന്റ് അവതരിപ്പിക്കേണ്ട. ഒരു തുടക്കം ഉണ്ടാവും, ഒരു എൻഡിങ് ഉണ്ടാവും, പിന്നെ അതിന് ഒരു കണ്ടന്റ് ഉണ്ടാവും. അപ്പം ഈ ഇതിനെ ബേസ് ചെയ്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു? അധ്യാപകൻ എഡിറ്റിംഗ് നടത്തുകയാണ് തീമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് തഹരീർ മബഹസി എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഈ തഹരീർ തർക്കീബി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, നമുക്കറിയാം സ്ട്രക്ചറിലുള്ളത്. അതായത് എന്താണ് നോക്കേ, നമ്മുടെ സ്ട്രക്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ നോക്കി. അൽ-അവ്വൽ തഹരീർ ഫി കലിമാത്തിൽ മുതസായിദ യൂസിങ് എക്സസ് ഓഫ് വേർഡ്സ്. അതായത് ഹാദാ ഹുവ വലതുൻ. ഇവിടെ നോക്കിയേ, ഹാദാ വലതുൻ എന്ന് പറയുന്നതിന് പകരം ഹാദാ ഹുവ വലതുൻ. അപ്പൊ എന്ത് ചെയ്യുന്നു? എക്സസ് ഓഫ് വേർഡ്സ്, ചില വേർഡ്സ് എന്ത് ചെയ്യുന്നു? അധികമായിട്ട് കൊണ്ടുവരും. ഇവിടെ ഹുവ എന്ന് പറയുന്നതിന്റെ ആവശ്യമില്ല, ഹാദാ വലതുൻ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ എന്ത് ചെയ്യുന്നു? അതിന് പകരം എന്ത് ചെയ്യുന്നു? സ്ട്രക്ചറിൽ കൂടുതൽ വേർഡ്സുകൾ ആഡ് ചെയ്ത് വരുന്നു. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? തഹരീർ ഫി കലിമാത്ത് മുതസായിദ എന്ന് പറയുന്നത്. വേർഡ്സുകൾ എന്ത് ചെയ്യുന്നു? അധികമായിട്ട് ഉപയോഗിക്കുന്നു. ഇനി നോക്കിയേ, തഹരീർ ഫി കലിമാത്തിൽ മഫ്കൂദ മിസ്സിംഗ് വേർഡ്സ് എഡിറ്റിംഗ്. നോക്കിയേ, കിതാബത്ത് തോവില. നോക്കിയേ, ഇവിടെ എന്താണ്? കിതാബത്ത് തോവില, ഇവിടെ എന്താണ്? ഒരു വേർഡ്സ് എന്താണ്? മിസ്സാണ്. അപ്പൊ അങ്ങനെയുള്ള എന്താണ്? അൽ കിതാബു അല തോവില. അപ്പൊ എന്താണ്? ചിലത് മിസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന എഡിറ്റിങ്ങിനെയാണ് സിൻടാക്റ്റിക് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. തഹരീർ തർക്കീബി എന്ന് പറയുന്നത്, അതായത് സ്ട്രക്ചറിൽ വരുന്ന എഡിറ്റിംഗ്. ഇനി നോക്കിയേ, തഹരീർ കലിമാത്ത് ഒയറു തർത്തീബിയ, ചില വേർഡ്സ് റോങ് വേർഡ്സ് എഡിറ്റിംഗ്. നോക്കിയേ, തുഫാഹത്തുൽ വലതു അൽ അക്കൽ. നോക്കി, ഇത് നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്? അക്കലൽ വലത് തുഫാഹ, കുട്ടി എന്ത് ചെയ്തു? നമുക്കറിയാം സ്ട്രക്ചർ. അതായത് ഒരു അറബി സെന്റൻസ് വരുമ്പോൾ ഇസ്മിയുണ്ട്, ഫേലി ആയിട്ടുള്ള സെന്റൻസുകളും ഉണ്ട്. ഇസ്മിയായ ജുംല ആവുമ്പോൾ എന്താണ്? അത്
മുബത്തദ ഖബർ ഒരു ഇസ്മിലായിരിക്കും തുടങ്ങുന്നത്. എന്നാൽ ഫേലി ആയിട്ടുള്ള സെന്റൻസ്, ഫേലി ആയിട്ടുള്ള ജുംല ആവുമ്പോൾ അത് ഫേല് കൊണ്ട് തുടങ്ങും. ഫേല് പിന്നെന്തുണ്ടാവും, അതില് ഫായിലുണ്ടാവും, പിന്നെന്താണ്, ഒരു മഫ്ഊൽ ഉണ്ടാവും. അതാണ് അതിന്റെ ഓർഡർ. ആ ഓർഡർ എന്തായിരുന്നു, റോങ് ആയിട്ട് വരുന്നു. ഇനി മോർഫോളജിക്കൽ എഡിറ്റിംഗ്. അഖ്താഉ ഫി മബാദിഇൽ ലുഗത്തി വഇൽമു സർഫ് വഅദമ ഇക്തിസാബി ഫി ഇസ്തിമാൽ. അഖ്താഉ ഫി മബാദിഇൽ ലുഗ വഇൽമു സർഫ്, അതായത് നമ്മുടെ മോർഫോളജിയിൽ വരുന്ന എന്താണ്, എഡിറ്റിംഗ് ആണ്. നോക്കിയേ, അക്കല സൈന തുഫാഹ ഇവിടെ എന്താണ്, ഇവിടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, അക്കല സൈനം തുഫാഹ. ഫേൽ എന്ന് പറയുന്നത് എന്താണ്, മുദക്കറാണ്. അൽ ഫായില് മുഅന്നസ്, ഫായില് മുഅന്നസ് ആണ്. അപ്പൊ അതെന്താണ്, അത് മോർഫോളജിക്കൽ ആയിട്ടുള്ള എഡിറ്റിംഗ് ആണ്. അതായത് നമുക്കറിയാം സൈനബ് എന്ന് പറയുന്ന ഒരു മുഅന്നസ് ആയിട്ടുള്ള വേർഡ് ആവുമ്പോൾ അവിടെ എന്താണ്, ഫേൽ എന്ന് പറയുന്നതും മുഅന്നസ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, സൈനബിന് പകരം എന്താണ്, ഒരു മുദക്കർ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം എന്താണ്, അതാണ് മോർഫോളജിക്കൽ എഡിറ്റിംഗ്. നമ്മുടെ മോർഫോളജിയിൽ വരുന്ന എഡിറ്റിംഗ് ആണ്. നമ്മുടെ സർഫിന്റെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കുകയാൽ മോർഫോളജിക്കൽ എഡിറ്റിംഗ്. ഇനി നോക്കിയേ, തഹരീറു അല്ലദി യതഅല്ലഖു ബി കേട്ടിട്ട് 2014 സെപ്റ്റംബർ കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യൻ ആണ്. തഹരീറു അല്ലദി യതഅല്ലഖു ബി നഹ്വ്. നഹ്വുമായി ബന്ധപ്പെട്ട് തഹരീർ തർക്കീബിയാണോ, തഹരീർ മഫ്ഹൂമിയാണോ, നവാത്തിജിയാണോ, ആജ്റൂമി ആണോ എന്നാണ്. അതായത് തഹരീറു നഹ്വുമായിട്ട്, അതായത് നഹ്വിന്റെ നിയമങ്ങളിൽ വരുന്ന, നമ്മൾ പറഞ്ഞു സർഫുമായിട്ട് ബന്ധപ്പെട്ട്, ഇൽമു സർഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഏതെന്ന് പറഞ്ഞത്, തഹരീറു മോർഫോളജിയ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി നോക്കിയേ, സ്പെല്ലിംഗ് ആൻഡ് ഫോണറ്റിക്കൽ എഡിറ്റിംഗ്. നോക്കിയേ, അഖ്താഉ ഫി ഹുറൂഫ് ഇൻദ കിതാബ വത്തഅബീർ വത്തർഖീം. അതായത് എഴുത്തില്, അക്ഷരങ്ങളുടെ എഴുത്തില് വരുന്ന തെറ്റുകളാണ് എന്തെന്ന് പറയുന്നത്, തഹരീറു ഫി തഹ്ജിയ വത്തർഖീം, അല്ലെങ്കിൽ തഹരീറു തഹ്ജിയ എന്നും പറയാറുണ്ട്. അപ്പൊ അത് നോക്കിയേ, അബ്ദുൽ മാലിക്. നോക്കിയേ, അബ്ദുൽ മാലിക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എഴുതുമ്പോൾ എന്താണ്, അബ്ദു കഴിഞ്ഞിട്ട് പിന്നെ അലിഫ്ലാം പിന്നെ മാലിക്, അങ്ങനല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന എഡിറ്റുകളാണ് എന്താണ്, തഹരീറു തഹ്ജി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ ഉദാഹരണം അന്നൂർ. അന്നൂർ എന്ന് പറയുമ്പോൾ അലിഫ് ലാമ് നൂന് വാവ് റാ. അപ്പൊ അതിന് പകരം എന്തായിരുന്നു, അന്നൂർ എന്ന് പറയുമ്പോൾ ലാമിനെ കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നൂന് ശബ്ദം കൊടുത്ത് എഴുതുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്പെല്ലിങ്ങില് വരുന്ന, എഴുത്തില് വരുന്ന മിസ്റ്റേക്കുകളാണ് തഹരീറു തഹ്ജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത്, എഡിറ്റിംഗ്, തീമാറ്റിക് എഡിറ്റിംഗ് പറഞ്ഞു, തീമാറ്റിക് എഡിറ്റിംഗ് പറഞ്ഞു, തീമാറ്റിക് എഡിറ്റിങ്ങും അതുപോലെ 4 എഡിറ്റിങ്ങുകളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നോക്കിയേ, ആ ടേമുകൾ നിങ്ങൾ ഓർത്ത് വെക്കണം. മബസി, മോർഫോളജി, ആ ടേമുകൾ ഓർത്ത് വെക്കണം. കാരണം ആ ടേമുകൾ തന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് തന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ മാറ്റി ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കണം. തുർക്കു തദ്രീസ്. തുർക്കു തദ്രീസ് നമ്മള് ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് തുർക്കു തദ്രീസ് എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാ എക്സാമിനും ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മേഖല കൂടിയാണ് തുർക്കു തദ്രീസ് എന്ന് പറയുന്നത്. ഹിയ വസായിൻ അല്ലത്തി യതവസ്സതു ബിഹൽ മുദരിസ് ലിൽ ഉസൂലി ഇലാ അഹ്ദാഫിൽ മഷ്ഹൂദ. ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി അധ്യാപകൻ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന മാർഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, തുർക്കു തദ്രീസ് എന്ന് പറയുന്നത്. ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് മെത്തേഡ്സുകൾ ബ്രൈറ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകളിലൂടെ നമുക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒന്നും കൂടി അതെന്താണെന്ന് നമ്മുടെ എക്സാമിന് മുമ്പ് ഒന്നും കൂടി അതെന്താണെന്ന് നോക്കാം. അതായത് അതാ നോക്കിയ, ഒരു അധ്യാപകൻ തന്റെ ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ മാർഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, തുർക്കു തദ്രീസ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട തുർക്കു തദ്രീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ത്വരീഖത്തു ഖവായിദ് വ തർജിമ, ത്വരീഖത്തു തഖ്ലീദിയ,
അതായത് ഗ്രാമർ ഓർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ത്വരീഖത്ത് ഖവായിദ് വ തർജിമ ഓർ ത്വരീഖത്ത് തഖ്ലീദിയ. അതായത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ത്വരീഖത്ത് ഖവായിദ് വ തർജിമ എന്ന് പറയുന്നത്. ഇനി അടുത്ത ത്വരീഖത്ത് മുബാഷിറ ഡയറക്റ്റ് മെത്തേഡ്, ത്വരീഖത്ത് തവാസുലിയ കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ത്വരീഖത്ത് തർക്കീബിയ സ്ട്രക്ചറൽ മെത്തേഡ്, ത്വരീഖത്ത് ഇസ്തിഖറായ, ത്വരീഖത്ത് ഇസ്തിംബാത്തിയ ഇൻഡക്റ്റീവ് മെത്തേഡ്, ത്വരീഖത്ത് ഇസ്തിൻതാജിയ ഓർ ത്വരീഖത്ത് ഇസ്തിദ്ലാലിയ ഓർ ത്വരീഖത്ത് ഖിയാസിയ ഡിഡക്റ്റീവ് മെത്തേഡ്, ത്വരീഖത്ത് മഷ്റൂ പ്രൊജക്ട് മെത്തേഡ്, ത്വരീഖത്ത് മുഹാദിറ ലെക്ചർ മെത്തേഡ്. ഈ ഒരു ഇതിന് തന്നെ ചില 2 പേരുകളും 3 പേരുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ചിലപ്പോ ഇങ്ങനെ 1, 2, 3 ഓപ്ഷൻ തന്നിട്ട് എന്ത് ചെയ്യണം, അത് ഇന്ന പേരല്ലാത്തത് അങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ആ പേരുകൾ കറക്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി ത്വരീഖത്ത് തഫായിലിയ ഇന്ററാക്റ്റീവ് മെത്തേഡ്, ത്വരീഖത്തുൽ ഇന്തിഖായ സെലക്റ്റീവ് മെത്തേഡ്, ത്വരീഖത്ത് കുത്തുബുൽ മുഖറ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡ്, ത്വരീഖത്തുൽ ഇഖ്തിറായ ഇൻവെന്ററി മെത്തേഡ്, ത്വരീഖത്തുൽ ഹിവാറ കോൺവെർസേഷൻ മെത്തേഡ്, ത്വരീഖത്തുൽ ഖിസ്സ സ്റ്റോറി മെത്തേഡ്, ത്വരീഖത്ത് മുനാഖഷ ഡിസ്കഷൻ മെത്തേഡ്, ത്വരീഖത്ത് ഹല്ലുൽ മുഷ്കില പ്രോബ്ലം സോൾവിംഗ്, ഹുത്തത്തു ഡാൾട്ടൻ പ്ലാൻ, ത്വരീഖത്ത് മോണ്ടിസോറി മെത്തേഡ്, ത്വരീഖത്ത് ഹിമായ ഓർ ഇഹായ സജസ്റ്റോപീഡിയ. അപ്പം ഒരുപാട് ത്വരീഖത്തുകൾ നമ്മൾ പറയുന്നുണ്ട്. എല്ലാ പേരുകളും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അതിന്റെ ഇംഗ്ലീഷ് ടേമുകളും കൂടി ഓർത്ത് വെക്കണം. പിന്നെ എല്ലാം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല. ചിലത് എന്താണ് ആ പേര് പോലെ തന്നെയാണ്. സ്റ്റോറി മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറി മെത്തേഡ് തന്നെയാണ്. നമ്മൾ സ്റ്റോറി എങ്ങനെയാണ് കുട്ടികളിൽ എത്തിക്കുന്നത്, ആ ഒരു മെത്തേഡ് കഥയിലൂടെ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. ഡിസ്കഷൻ മെത്തേഡ് ആകുമ്പോൾ ആ ഒരു പേര്, ചില പേരുകൾ പറയുന്നതിൽ അതുപോലെ തന്നെയാണ് ആ മെത്തേഡ്. ഈ നോക്കാം എന്താണ്. ഇനിയുണ്ട് ത്വരീഖത്ത് ഹസ്ബു ദിഹ്നി, ഹസ്ബു ദിമാഅ്, ഇസ്തിംദാറുൽ അഫ്കാർ, ഇന്തിഷാറുൽ ഫിക്ർ, ബ്രെയിൻ സ്ട്രോമിംഗ്. അത് ഈ ടേമുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ഈ ഒരുപാട് ടേമുകളുണ്ട്. താലീമുൽ മുബർമജ് പ്രോഗ്രാമഡ് ഇൻസ്ട്രക്ഷൻ ഓർ പ്രോഗ്രാം ലേണിംഗ്, താലീമുൽ മുസ്തഖർ മൈക്രോ ടീച്ചിങ്. ഇനി അപ്പൊ ഇത്ര ഒരുപാട് ത്വരീഖത്തിൽ ഒരുപാട് ത്വരീഖത്തുകൾ പറയുന്നുണ്ട്. എല്ലാം അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എല്ലാം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. ആദ്യം പറഞ്ഞത് ത്വരീഖത്ത് ഖവായിദ് വ തർജുമ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ഇതെന്ന് പറയുന്നത് ഒരു ഭാഷാ പഠനത്തിൽ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പഴയ മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. ത്വരീഖത്ത് ഖവായിദ് വ തർജുമ ഉഖദ്ദിമു ത്വരീഖത്ത് ഇസ്തഖ്ദമത് ഫി തഅലീമിൽ ലുഗ. എന്താണ്, ഒരു ഭാഷാ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡാണ് താലീമുൽ ലുഗ ബിവാസിത്തി ലുഗത്തുൽ ഉമ്മ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷയിലായിരിക്കില്ല ഇത് പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഈ ത്വരീഖത്ത് ഖവായിദ് വ തർജുമ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം അറബിയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മളത് എന്താണ്, നമ്മുടെ മദർ ടങ്ങിലാണ് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് ഭാഷയാണോ പഠിക്കുന്നത് അത് എന്ത് ചെയ്യുന്നു, അതിന്റെ നമ്മുടെ മദർ ടങ്ങിൽ പഠിക്കുന്ന പ്രോസസ് ആണ് എന്തെന്ന്, ഒരു മെത്തേഡാണ് ത്വരീഖത്ത് ഖവായിദ് വ തർജുമ എന്ന് പറയുന്നത്. ലാ യഹ്താജു മുഅല്ലിം ഇലാ ഇസ്തിഅദാദ് കബീർ. ഇവിടെ എന്താണ്, അധ്യാപകന് ഒരു വലിയ തയ്യാറെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അധ്യാപകന് എന്താണോ അറിയാവുന്ന അത് എന്ത് ചെയ്യുന്നു. കാരണം അധ്യാപകൻ തന്റെ സ്വന്തം ഭാഷയിൽ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിന് എന്താണ്, വലിയ തയ്യാറെടുപ്പൊന്നും ആവശ്യമില്ല. ലാ ഫുർസത്തൽ ഇസ്തിമാ വ തകല്ലും. ഇവിടെ എന്താണ്, അതുപോലെ കേൾക്കാനും സംസാരിക്കാനുള്ള അവസരമൊന്നും ഇവിടെ ലഭിക്കുന്നില്ല. അതാണ് ത്വരീഖത്ത് ഖവായിദ് വ തർജുമ എന്ന് പറയുന്നത്. ഏറ്റവും പഴക്കം ചെന്ന മെത്തേഡാണ്. ഇപ്പം അറബിയാണ് പഠിക്കുന്നതെങ്കിൽ അത് അറബി പഠിക്കുന്നത് ഏതായിരിക്കും, മദർ ടങ്ങിലായിരിക്കും ആ ഭാഷ പഠിക്കുന്നത്. ലുഗത്തുൽ ഉമ്മ, ആ ഒരു ടൈം ഓർത്ത് വയ്ക്കുക. ഇനി അതിന്റെ പ്രത്യേകത എന്താണ്, തഹ്തമു ബി തർജുമത്തു മാനി മുഫ്രദാത്ത് വൽ ജുമൽ. ഇവിടെ എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്, ആശയങ്ങൾക്ക്, പദങ്ങളുടെയും സെന്റൻസിന്റെയും ആശയങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഖില്ലത്ത് ഫുറുസുൻ അർള് ലുഗത്തുൽ അജ്നബിയ്യ ലിത്തുല്ലാബ്. ഇവിടെ കുട്ടികൾക്ക് എന്താണ് ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത്, ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്ന കുട്ടിക്ക് ആ ഒരു ലാംഗ്വേജ്
നേടിയെടുക്കുന്നതിനുള്ള അവസരം എന്താണ് കുറവാണ്. അപ്പം നമുക്കറിയാം അറബി പഠിക്കുമ്പോൾ എന്താണ് ആ ഒരു ചുറ്റുപാട് നമുക്ക് ആ ഒരു ലാംഗ്വേജ് കേൾക്കാനും അതിനൊന്നും അവസരം ഇല്ലെങ്കിൽ എന്താണ് അപ്പൊ ആ ഒരു ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മള് നിയമങ്ങളൊക്കെ പഠിക്കും, പക്ഷെ അതെന്താണ് നല്ലോണം നമുക്കത് കിട്ടണമെന്നില്ല. അപ്പൊ അവിടെ അതൊരു പോരായ്മയാണ്. അറബി വായിക്കുകയും എപ്പോഴും നോക്കിയാൽ അറബി വായിക്കുകയും മാതൃഭാഷയിൽ അത് വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ത്വരീഖത്ത് ഖവായിദ് വ തർജിമ എന്ന് പറയുന്നത്. നമ്മള് ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ നോട്ട്സുകളൊക്കെ ഒന്നും കൂടി നോക്കണം. ഇനി നോക്കിയേ, ത്വരീഖത്ത് മുബാഷിറ, ഡയറക്റ്റ് മെത്തേഡ്. കഴിഞ്ഞ ഏപ്രിലിൽ കഴിഞ്ഞ HSIയുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ത്വരീഖത്ത് മുബാഷിറയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. താലീമുൽ ലുആഫി ജവ്വി ബിഖ്തിലാഖി ബിയത്തി മുനാസിബെ ബിഗൈരി ഇഹ്തിമാദി അലാ തർജിമ. ഇവിടെ എന്താണ്, ഒരു ഭാഷ നമ്മൾ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഒരു യോജിച്ചൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് എന്താണ് പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ അറബി പഠിക്കുകയാണെങ്കിൽ ആ അറബി ഭാഷ പഠിക്കുന്നതിന് അനുയോജ്യമായ ഒരു ചുറ്റുപാടായിരിക്കും കുട്ടിക്ക് ഒരുക്കി കൊടുക്കുക. അതായത് കുട്ടിക്ക് അറബി കേൾക്കാനും അത് സംസാരിക്കാനൊക്കെ ഉള്ള അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു മെത്തേഡാണ് ത്വരീഖത്ത് മുബാഷിറ, ഡയറക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംകാനിയത്ത് തഫ്കീർ ഫി ലുഅത്തി വഖില്ലത്ത് തദ്ഖുലുൽ ലുഅൽ മഹല്ലിയ. ഇവിടെ എന്താണ് കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏത് ഭാഷയാണോ പഠിക്കുന്നത് അത് ആ ഭാഷയിൽ എന്താണ് ചിന്തിക്കാനുള്ള ശേഷിയും പിന്നെ അതുപോലെ എന്താണ് പ്രാദേശിക ഭാഷകളുടെ കടന്നുവരവൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നു. അപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞ ത്വരീഖത്ത് തർജിമ അല്ലെങ്കിൽ ഖവായിദ് തർജിമ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് അറബി പഠിക്കുകയാണെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ അറബി പഠിക്കാം. പക്ഷെ ഇവിടെ മുബാഷിറ ഡയറക്റ്റ് മെത്തേഡിലാവുമ്പോൾ നമ്മൾ ഏത് ഭാഷയാണോ പഠിക്കുന്നത് ആ ഭാഷയ്ക്ക് അനുയോജ്യമായ ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചുകൊണ്ട് പഠിക്കുന്ന രീതിയാണ് ത്വരീഖത്ത് മുബാഷിറ എന്ന് പറയുന്നത്. ഇനി അതിന്റെ മസായ, അതിന്റെ സവിശേഷത എന്തൊക്കെയാണ്? ഇഹ്തിബാബു മിൻ മഹാറാത്തിൽ കലാം ബദലൻ മിൻ മഹാറാത്തി ഖിറാഅ കിതാബ വ തർജിമ. ഇവിടെ എന്താണ് സംസാരിക്കുന്നതിനും എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നതിനുള്ള അവസരം എന്ത് ചെയ്യുന്നു കിട്ടുന്നു. എന്താണ് എന്തിനു പകരമായിട്ട്? എഴുത്തിനും ട്രാൻസ്ലേഷനും വായനയ്ക്കും പകരമായിട്ട് എന്ത് ചെയ്യുന്നു, കൂടുതൽ അവസരം സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നു. പിന്നെ ഇതിന്റെ പോരായ്മ എന്താണ്? സംസാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം. തഹ്തം മഹാറാത്തുലോലും മറ്റ് മഹാറാത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇബ്ദിലു ജുഹ്ദൻ കസീറ മിൻ മുദരിസ് വ ത്വാലിബ്. എന്താണ് കുട്ടികൾക്ക് അധ്യാപകന് എന്താണ് ഒരുപാട് പരിശ്രമം ആവശ്യമായി വരുന്ന ഒരു മെത്തേഡാണ് ത്വരീഖത്തു തർജിമ എന്ന് പറയുന്നത്. ത്വരീഖത്ത് മുബാഷിറ എന്ന് പറയുന്നത്. അപ്പൊ ത്വരീഖത്ത് ഇവിടെ നോക്കിയേ, അതിന്റെ മലയാളം കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അർത്ഥം പറയാതെ പഠിക്കേണ്ട ഭാഷയെ തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ്. ഇവിടെ മാതൃഭാഷ അധ്യാപകൻ ഉപയോഗിക്കുന്നില്ല. നേതൃത്വത്തിൽ മാതൃഭാഷയിലായിരിക്കും വിശദീകരണം നടത്തുന്നത്, പക്ഷെ ഇവിടെ മാതൃഭാഷ ഉപയോഗിക്കുന്നില്ല. ഇതാണ് ത്വരീഖത്ത് ആദ്യം പറഞ്ഞ രണ്ട് ത്വരീഖത്ത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ത്വരീഖത്ത് തവാസുലിയ, നമ്മൾ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. ത്വരീഖത്ത് ഇത്തിസാലിയ, ത്വരീഖത്ത് വളീഫിയ എന്നൊക്കെ പറയപ്പെടുന്നു. ഇക്തിസാബ് ദാരിസ് ഖുദറത്തു അലാ ഇസ്തിഖ്ദാമി ലുഹ വസീലത്തി ഇത്തിസാൽ ലിതഹഖീഖ അറാദ് മുഖ്തലിഫ. വ്യത്യസ്ത ലക്ഷ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭാഷാ പഠനമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആ പേര് പറയുമ്പോൾ തന്നെയാണ് എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി ത്വരീഖത്തു തർക്കീബിയ. ഒരുപാട് പേര് ലെഫ്റ്റ് ആവുന്നുണ്ടല്ലോ, എന്താ സമയമായോ? അജി സാർ കേൾക്കുന്നുണ്ടോ? ക്ലാസ് അതിന്റെ പേര് സമയമായോ? അപ്പൊ അപ്പൊ കുറച്ചുകൂടി പറയാം. ത്വരീഖത്ത് തർക്കീബിയ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ മെത്തേഡ് ആണ്. യുറാദു ബിഹ തദ്രീബു ഫി തറാക്കിബി ഖാസ ഇത്നാഉ ത്വാലിബ് ഫി തഹദ്ദുസ് വഖദ് അസ്സ് ത്വരീഖത്ത് തർക്കീബിയ ലൗത്ത് തർക്കീബ് ഖാസ
ബഹയൻ തദ്രീബ് തോലെയുള്ള ഉസ്ലൂബ്. ഇതെന്താണ്? തർക്കീബിയ. നമുക്കറിയാം സ്ട്രക്ചർ മെത്തേഡ്, അതായത് ഓരോ ഭാഷയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു സ്ട്രക്ചർ ക്ലാസ് റെക്കോർഡഡ് ഉണ്ടാകും. അത് സാറിനോട് ചോദിച്ചാൽ മതി, സാറിന്റെ കയ്യിൽ സാർ അയച്ചു തരും. അത് തർക്കീബ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ മെത്തേഡാണ്. അതായത് നമ്മുടെ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ അറബിക്കിലാണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ഫേല് ഫായില് മഫ്ഊലാണ്. എന്നാൽ ഇംഗ്ലീഷിലാവുമ്പം സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ ഒരു എന്താണ് സ്ട്രക്ചർ എന്താണോ ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നു, ലാംഗ്വേജ് എത്തിക്കുന്ന രീതിയാണ് ത്വരീഖത്ത് തർക്കീബിയ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ആദ്യം എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് ആ ഒരു സ്ട്രക്ചർ എന്താണോ അത് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് അത് മനസ്സിലാക്കി അത് കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന രീതിയാണ് ത്വരീഖത്ത് തർക്കീബിയ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ 2 മെത്തേഡുകൾ ഓർത്ത് വെക്കുക. പിന്നെ ബാക്കി പറയുന്നതൊക്കെ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. പിന്നെന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, തർക്കീബി ആവുമ്പോൾ ഇതെന്താണ്, കൂടുതലും നമ്മൾ എന്താണ് ആ സ്ട്രക്ചർ മനസ്സിലാക്കി നമ്മൾ സംസാരം കൂടുതൽ നമ്മുടെ എഴുത്തിനും പിന്നെ നമ്മുടെ ഓറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കും പ്രാക്ടീസിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. എഴുത്തും പിന്നെ ഇതാണ് പിന്നെ നമ്മള് വാമൊഴിയായിട്ട് നമ്മൾ സംസാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. പിന്നെ ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത്, ഇത് ഒരു സെന്റൻസ് പരിശീലിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ പരിചയപ്പെട്ട് വരാൻ എന്ത് ചെയ്യുന്നു, ഒരുപാട് നീണ്ട സമയം എന്ത് ചെയ്യുന്നു ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മെത്തേഡാണ് ത്വരീഖത്ത് മഷ്റൂ എന്ന് പറയുന്നത്. ത്വരീഖത്ത് മഷ്റൂ എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ചത് കിൽ പാട്രിക്കാണ് ഇത് കണ്ടെത്തിയത്. എന്നാൽ ഇത് വികസിപ്പിച്ചത് ജോൺ ഡൂയി ആണ്. അപ്പം ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ LP-യുടെ ക്വസ്റ്റ്യനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അതായത് 413/2022 ആ ഒരു ക്വസ്റ്റ്യനിലാണെന്ന് തോന്നുന്നു. കാരണം കിൽപാട്രിക്കും ജോൺ ഡൂയിയും 2 ഓപ്ഷനും വന്നത് കൊണ്ട് അത് എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ്. ആരാണ് അപ്പം ഇത് കിൽപാട്രിക് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഡെവലപ്പ് ചെയ്തതാണ് ജോൺ ഡൂയി എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇത് ഈ ത്വരീഖത്ത് മഷ്റൂ പ്രോജക്ട് മെത്തേഡ് അത് എന്താണ് ജോൺ ഡൂയുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മദ്ഹബുൽ അമലി പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് ഫിലോസഫിയുടെ ഒരു സ്കൂളാണ് പ്രാഗ്മാറ്റിസം. അതിന്റെ ബേസിസിലാണ് ജോൺ ഡൂയി ത്വരീഖത്ത് മഷ്റൂ എന്ത് ചെയ്തത്, ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അത് ഓർത്ത് വെക്കാം. മദ്ഹബുൽ അമലി എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസം ആണ്. അത് ജോൺ ഡൂയി കണ്ടെത്തിയതാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. അക്കല്ലു ഇസ്തിമാലു ഫി തദ്രീസിൽ ലുഗ. ഇവിടെ എന്താണ്, ഭാഷാ പഠനത്തില് ഈ ഒരു ഉപയോഗത്തിന്റെ കുറവാണ്. കാരണം എന്താണ്, ഒരു ഭാഷ പഠിപ്പിക്കാൻ പ്രൊജക്ട് മെത്തേഡ് ഉപയോഗിക്കല് കുറവാണ്. കാരണം പ്രൊജക്ട് മെത്തേഡ് നമുക്കറിയാം അതെന്താണ്, നമ്മളൊരു സയൻസ് അതുപോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഒരു മാത്സ് അങ്ങനെയുള്ള വിഷയങ്ങൾ പഠിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് കൊടുത്ത് അത് എൻഗെയർ ചെയ്ത് അങ്ങനെ നമുക്കറിയാലോ എന്താണ് പ്രൊജക്റ്റ്. അപ്പൊ അങ്ങനെ ഒരു രീതിയില് ഭാഷ പഠിക്കുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഭാഷ പഠിക്കുന്നത് കുറവാണ്. ഇനി മഹാസിനുഹ, ഇതിന്റെ പ്രത്യേകത എന്താണ്, തുസാഹിദ് ഹാദിഹി ത്വരീഖ അലാ തദ്രീബ് തുല്ലാബ് അലാ ഇഅ്മാലിൽ ഫിക്ർ വൽ അമൽ മുബത്തഖിർ. ഈ ഒരു മെത്തേഡ് എന്തിനു, തുസാഹിദ് ഹാദിഹി ത്വരീഖ അലാ തദ്രീബ് തുല്ലാബ്, കുട്ടികളെ പ്രാക്ടീസ് ചെയ്യാൻ, കുട്ടികളുടെ ചിന്തയും പ്രവർത്തനങ്ങളെയും എന്താണ് വേഗത്തിലാക്കാനും അവരുടേതായ ഒരു എന്താണ് കഴിവ് കൊണ്ട് അവരെ വളർത്തിയെടുക്കാൻ വേണ്ടി ഇതിലൂടെ സാധിക്കും. അതായത് കുട്ടികൾക്ക് അന്വേഷണം എന്നുള്ളൊരു എന്താണ് ഒരു അന്വേഷണ മേഖല എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് കുട്ടികൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. പിന്നെ അവരുടെ ചിന്തകള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനും ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കുന്നു. എന്താ അല്ല, അങ്ങനെയല്ല. വില്യം കിൽപാട്രിക് ആണ് ഇത് കൊണ്ടുവന്നതെന്നും ജോൺ ഡൂയി ആണിത്
ഡെവലപ്പ് ചെയ്തതാ എന്നുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. അത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യാം. ഞാൻ ഗ്രൂപ്പിൽ വോയിസ് ഇട്ടേക്കാം. നോക്കിയിട്ട് തിരിച്ചാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെയാണ്. കാരണം ആ ഒരു ക്വസ്റ്റ്യനിലും അങ്ങനെയാണ്. കിൽപാട്രിക് കൊണ്ടുവന്നതും ജോൺ ഡൂയി അതെന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇത് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു ഡൗട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞേക്കാം. ഇനി അതിന്റെ എന്താണ് തഹ്താജു ഇല മജ്ഹൂദുൽ ആലിൻ വമാലിൻ കബീരിൻ. ഇതിനെന്താണ് ഒരു ഉയർന്ന പരിശ്രമവും ഒരുപാട് പണവും ആവശ്യമായിട്ട് വരുന്ന ഒരു മെത്തേഡാണ് പ്രോജക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. തഹ്താജു ഇല വഖ്തിൻ തൗവീൽ, അതുപോലെ ഇതിന് ഒരുപാട് സമയവും ആവശ്യമായിട്ട് വരുന്നു. ഇനി കുറച്ച് മെത്തേഡുകളുണ്ട്. അപ്പം ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് എന്താ എല്ലാവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞ്. സമയം 10 മണിയാവാൻ പോകുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താൽ മതിയോ? ഓക്കെ, കുറച്ചുകൂടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓക്കെ, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ. ത്വരീഖത്തുൽ ഇസ്തിഖ്റായ. ഇസ്തിഖ്റായ എന്ന് പറയുമ്പോൾ ഇസ്തിഖ്റായ ഉണ്ട്. എന്താ ഇവിടുത്തെ പ്രോബ്ലം ആണെന്ന് അറിയില്ല. എന്ത് പ്രോബ്ലം? ഓക്കെ, ത്വരീഖത്തുൽ ഇസ്തിഖ്റായ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡ്. ഫെഡറിക് ഹാർബർ. ക്ലിയർ ഇല്ല. എല്ലാവർക്കും അങ്ങനെയാണോ? ക്ലിയർ ഇല്ലേ? എന്താ ഒന്ന് പറയണേ ക്ലിയർ ഇല്ലെങ്കിൽ. ഞാനിങ്ങനെ പറഞ്ഞു പോവും. എന്താ ക്ലിയർ ഉണ്ടോ ഇല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ആ ക്ലിയർ ഇല്ലാത്ത ആളൊന്ന് ലെഫ്റ്റ് ആയിട്ട് വീണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ. ഓക്കെ, ത്വരീഖത്തുൽ ഇസ്തിഖ്റായ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡക്റ്റീവ് മെത്തേഡ്. അതെന്ന് പറയുന്നത് ഫെഡറിക് ഹാർബർ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിന്റെ എന്ന് പറയുന്നത് മിൻ ജുസിയാത്ത് ഇല കുല്ല്, അതായത് ജുസയിൽ നിന്ന് കുല്ലിലേക്ക്, അല്ലെങ്കിൽ ഹാസ് ഇല ആം, ഒരു ഹാസ് പ്രത്യേകമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എന്നാണ് പറയുന്നത് ഇസ്തിഖ്റായ എന്ന് പറയുന്നത്. മിൻ ഖദീമി ഇലാ ജദീദ് യക്തശിഫു മാലൂമാത്ത് ബിഅൻഫുസി, അതായത് പഴയ കാര്യത്തിൽ നിന്ന് പുതിയ കാര്യത്തിലേക്ക് എന്ത് ചെയ്യുന്നു? സ്വയം എന്ത് ചെയ്യുന്നു? അറിവുകൾ കണ്ടെത്തുന്ന രീതിയാണ്. ഇത് എന്താണ് പറഞ്ഞത് നോക്കിയേ. ആദ്യം ഉദാഹരണം പഠിപ്പിക്കുന്നു, എന്നിട്ട് പൊതുവായൊരു തത്വത്തിലേക്ക് എത്തുന്നു. കുട്ടിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് അറിയാത്ത പുതിയ കാര്യത്തിലേക്ക് കുട്ടി എത്തിക്കുന്നു. ഇതാണ് എന്തോന്ന് പറയുന്നത് ഇസ്തിഖ്റായ എന്ന് പറയുന്നത്. അതായത് ഉദാഹരണത്തിലൂടെ, അതായത് ഒന്നാമത്തെ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി. ബലായുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ നഹ്വുൽ വാളിന്റെ ടെക്സ്റ്റ്. ഈ രണ്ട് കിതാബുകളും എന്താണ്? ആദ്യം ഉദാഹരണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് നിയമത്തിലോട്ട് എത്തുന്നത് അല്ലേ? അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ത്വരീഖത്തുൽ ഇസ്തിഖ്റായ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഏതാണ്? നഹ്വുൽ വാളി എന്താണ്? ബലായ. അപ്പൊ ഇത് രണ്ടും ഇത് ഓർത്ത് വെക്കുക. അതാണ് ഇസ്തിഖ്റായ ഓർത്ത് വെക്കാനുള്ള എളുപ്പവഴി. ആദ്യം ഉദാഹരണം, പിന്നെ നിയമം. അതുപോലെ ജുസയിൽ നിന്ന് കുല്ലിലോട്ടും സ്പെസിഫിക് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്കും എത്തുന്നു. അത് മനസ്സിലായല്ലോ? ഒന്നും കൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ത്വരീഖത്തുൽ ഇസ്തിഖ്റായ. ഇനി അടുത്തത് ത്വരീഖത്തുൽ ഇസ്തിൻതാജിയ ഓർ ത്വരീഖത്തുൽ ഖിയാസിയ ഓർ ത്വരീഖത്തുൽ ഇസ്തിദ്ലാലിയ. ഈ 3 പേരുകള് ഇതിലുണ്ട്. ഏതോ ഒരു ക്വസ്റ്റ്യനില് സെറ്റിന്റെ ആണോ കേട്ടിന്റെ ആണോന്ന് ഓർമ്മയില്ല. ഈ 3 പേരുകൾ തന്നിട്ട് എന്താണ്
3 പേരുകൾ തന്നിട്ട് അതിൽ നിന്ന് ഇതിന്റെ ഒരു ഡെഫിനിഷനും കൊടുത്തിട്ട് ഇതിലേതാണ് ആൻസർ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ആ 3 പേരുകളും ഓർത്ത് വെക്കുക. ഇതെന്ന് പറയുന്നത് മിൻ കായിദ ഇല അംസില. ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മൾ തിരിച്ച് നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഓപ്പോസിറ്റ് ആയിട്ട് ആദ്യം നിയമം പഠിപ്പിക്കുന്നു, പിന്നെ എന്താണ് ഉദാഹരണത്തിലേക്ക് എത്തുന്നു. ആദ്യം പുതിയ കാര്യം, പിന്നെ പഴയ കാര്യം. ആദ്യം പൊതുവായിട്ടുള്ള കാര്യം, പിന്നെ എന്താണ് ഖാസ്. നമുക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. DGP എന്ന് ഓർത്ത് വയ്ക്കുക. ഡിഡക്റ്റീവ് മെത്തേഡ്, ജനറൽ ടു സ്പെസിഫിക്. DGP എന്നുള്ളൊരു കോഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. ഡി എന്ന് പറയുമ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡ്, അതെന്ന് പറയുന്നത് എന്താണ്, ജനറലിൽ നിന്ന് സ്പെസിഫിക് ആയി ആം ഇല ഖാസ്. അത് ഓർത്ത് വെക്കുക. ഓക്കെ, മാറിപ്പോതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. DGP, ഡിഡക്റ്റീവ് മെത്തേഡ്, ജനറൽ ടു സ്പെസിഫിക്. ജി എന്ന് ഇവിടെ ആദ്യം തന്നെ നിയമങ്ങൾ പഠിപ്പിക്കുന്നു, എന്നിട്ട് ഉദാഹരണങ്ങളിലേക്ക് എത്തുന്നു. ഇത് ത്വരീഖത്ത് തഫായിലിയ ഇന്ററാക്റ്റീവ് മെത്തേഡ്. ബിയോ സ്മിത്ത് ആണ് ഇത് സ്ഥാപിച്ചത്. തഅല്ലുമു വത്തദ്രീബ് യഅ്തമിദു അലാ തഫാഉൽ ബൈനത്തുല്ല വൽ മുഅല്ലിം വകദാലിക അലാ തഫാഉൽ ബൈനത്തുല്ല മാബാലു. ഇതെന്താണ്, തഅലീം വത്തദ്രീബ് എന്താണ്, പഠനം പ്രാക്ടീസും എന്തിനെയാണ്, കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഇന്ററാക്ഷനെ ബേസ് ചെയ്താണ് ഇവിടുത്തെ പഠനവും പരിശീലനവും നടക്കുന്നത്. കുട്ടികളെ എത്രത്തോളം അധ്യാപകനുമായിട്ട് ഇടപെടുന്നു അതിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഇത് കണ്ടന്റ് കുട്ടിയിലേക്ക് എത്തുന്നത്. അപ്പം ഇന്ററാക്റ്റീവ്, കുട്ടി അധ്യാപകൻ തമ്മിലുള്ള ഇന്ററാക്ഷനെ ബേസ് ചെയ്തിട്ടുകൊണ്ടുള്ള മെത്തേഡാണ് ഇന്ററാക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇന്തിക്കായ നമ്മൾ പറഞ്ഞതാണ്. ഇന്തിക്കായ എന്ന് പറയുമ്പോൾ അന്നൽ മുദരിസു ഹർറും ഫി ഇത്തിബായി ത്വരീഖത്തു അല്ലതി തുലായിമു തുല്ലാബ്. എന്ത് ചെയ്യുന്നു, അധ്യാപകൻ എന്ത് ചെയ്യുന്നു, ഒരു കുട്ടിക്ക് എന്താണ് അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുന്നു, അധ്യാപകൻ എന്ത് ചെയ്യുന്നു, ഒരുക്കി കൊടുക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, അധ്യാപകൻ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് ത്വരീഖത്തുൽ ഇന്തിക്കായ എന്ന് പറയുന്നത്. അതായത് അവിടെ എന്താണ്, അധ്യാപകനും കുട്ടിയും എന്താണ് ഫ്രീ ആയിരിക്കും, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്ന രീതിയാണ് ത്വരീഖത്തുൽ ഇന്തിക്കായ എന്ന് പറയുന്നത്. ഇനി ത്വരീഖത്തുൽ ലിഹ്മായ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സജസ്റ്റോപീഡിയ. ബിത്തഖറ ഹാദിഹി ത്വരീഖ ത്വബീബ് നഫ്സി ജോർജ് ലോസ്നോ. അതായത് ഈ ഒരു മെത്തേഡ് കൊണ്ടുവന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് ലോസ്നോ ആണ്. യുദ്രസ് തോലുഫി ജവ്വിൽ മുരിഹിം മ്യൂസിയം ഫ്യൂർവത്തിൽ മസ്ക. അതായത് ഒരു റൂം, ഒരു മുറിക്കുള്ളില്, ആ മുറി എങ്ങനെയാണ്, അതിനകത്ത് മ്യൂസിക് സെറ്റ് ചെയ്ത് കൊണ്ടുള്ള ഒരു പഠനം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സജസ്റ്റോപീഡിയ എന്ന് പറയുന്നത്. അതായത് ഒരു റൂമായിരിക്കും, ആ റൂമിനുള്ളില്, ഒരു ക്ലാസ് മുറിക്കുള്ളില്, ആ മുറിക്ക് എന്തായിരിക്കും, അതില് എന്താണ് മ്യൂസിക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ മ്യൂസിക് സെറ്റ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് സജസ്റ്റോപീഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ടതാണിത്, അത് ഓർത്ത് വെക്കണം. മ്യൂസിക് സെറ്റ് ചെയ്തുകൊണ്ടുള്ള പഠനം. വുജൂദ് ഹിവാറാത്ത് തൊവീല. ഇവിടെ എന്താണ്, ഒരുപാട് നീണ്ട ഹിവാറാത്തുകള്, സംഭാഷണങ്ങള് എന്ത് ചെയ്യുന്നു, ഉണ്ടാവാറുണ്ട്. അതായത് കുട്ടിയും അധ്യാപകനും തമ്മിൽ എന്താണ്, നീണ്ട തരത്തിലുള്ള കോൺവെർസേഷൻസ് നടക്കാറുണ്ട്. ഇനി ത്വരീഖത്ത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുമ്പോൾ മറിയ മോണ്ടിസോറിയാണ് ഇത് കൊണ്ടുവന്നത്. സെൽഫ് ലേണിങ്ങിന് പ്രാധാന്യം നൽകുന്ന ഒരു മെത്തേഡാണ് മോണ്ടിസോറി മെത്തേഡ്. ഇതിന് റിയാദുൽ അത്ഫാൽ കിൻഡർ ഗാർഡനുമായിട്ട് എന്ത് ചെയ്യുന്നു, ബന്ധമുണ്ട്, കിൻഡർ ഗാർഡൻ സിസ്റ്റം. അപ്പൊ അതുമായിട്ടാണ് മോണ്ടിസോറി മെത്തേഡ് എന്ത് ചെയ്യുന്നത്. ഇനി താലീമുൽ മുസറ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അലൻ റയാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. 1961 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെന്താണ്, ഇതെന്താണ്, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. എന്താണ്, അധ്യാപക വിദ്യാർത്ഥികൾക്കുള്ള ഒരു പ്രവർത്തനമാണ്. അല്ല അമലിയത്ത് തദ്രീസ്, പഠന പ്രവർത്തനത്തിൽ അധ്യാപക വിദ്യാർത്ഥികൾ നിർവഹിക്കുന്ന
ഒരു ആക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് പറയുന്നത് താലീമുൽ മുസഅർ ലിൽ മുദരിസീൻ ലൈസ തുല്ലാബ്. ഇതെന്താണ്? കുട്ടികൾക്കുള്ളതല്ല. മൈക്രോ ടീച്ചിങ്ങിന്റെ പ്രത്യേകത അതാണ്, അത് കുട്ടികൾക്കുള്ളതല്ല. നമ്മൾ ഇത്രയും പറഞ്ഞ മെത്തേഡുകളെല്ലാം എന്താണ്? കുട്ടികൾക്ക് നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നാണ്. ഇത് പക്ഷെ മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ അധ്യാപകർക്കുള്ള ഒരു മെത്തേഡാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. മൈക്രോ ടീച്ചിങ് എന്താണ്, അല്ലെങ്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണോ? ആ മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടോ? ഓക്കെ, ആരൊന്നും പറഞ്ഞില്ല. ഓക്കെ, ബാക്കി ഞാൻ പറയാം. തൂത്തിലി കുല്ലി മുത്തദരിബീന 15 ദഖായിക ലിതദ്രീബിൽ മഹാറാത്തി മെഹാർ. ഇതിൽ എന്ന് പറയുന്നത് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകള് ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ആ സ്കില്ലുകളിൽ നിന്നൊരു സ്കില്ല് എന്ത് ചെയ്യുന്നു? 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ ഒരു അധ്യാപകൻ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് മെത്തേഡാണ് എന്തെന്ന് പറയുന്നത് തലീമുൽ മുസഅർ എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ്. ഓക്കെ സാർ, അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ മൈക്രോ ടീച്ചിങ് എന്താണെന്ന് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർക്ക് മൈക്രോ ടീച്ചിങ് എന്താണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്തെങ്കിലും മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് ചോദിക്കാനുണ്ടോ? അപ്പൊ എല്ലാവർക്കും മൈക്രോ ടീച്ചിങ്ങിനെ കുറിച്ച് അറിയായിരിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷൻസ് എന്ന് പറയുന്നത് ആദ്യം മുഹാദസത്തിനെ കുറിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് മഹാറാത്തുൽ ലുആവിയ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തുറുക്കു തദ്രീസ്. ഇത്രയും ഭാഗങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഭാഗങ്ങൾ നിങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കുക. അപ്പൊ സാർ നിർത്തട്ടെ? ഇൻഷാ അല്ലാഹ് നിർത്താൻ ടീച്ചറെ. അപ്പോ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്ത ഷഹാന ടീച്ചറിനെ വളരെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്,